ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ പുനത്തിൽ കുഞ്ഞബ്ദുള്ള എഴുതിയ നോവൽ വാഗമരങ്ങൾ, അധ്യായം 17. പടികൾക്ക് താഴെ ബൈക്ക് വെച്ച് പടികൾ ചാടിക്കയറുമ്പോൾ ജയദേവൻ ഉത്കണ്ഠാകുലനായിരുന്നു. ഫാദർ ഫ്രാൻസിസിനെ കാണണം. ഫാദറിന്റെ സഹായത്തോടെ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്ന് അയാൾക്ക് തോന്നി. പടിക്കെട്ടുകൾക്ക് മുകളിലെത്തി ജയദേവൻ ഒരു നിമിഷം നിന്നു. പള്ളിപ്പരിസരം വിജനമായിരുന്നു. പടിക്കെട്ടുകൾക്ക് ഇടതുവശത്ത് പൂവിട്ടു നിന്ന വലിയ രാജമല്ലിയിൽ കാറ്റ് ചിലുചില അരവത്തോടെ വീശി. ഉതിർന്നു വീണ ഓറഞ്ച് പൂക്കളിൽ ജയദേവൻ ഒരു നിമിഷം നോക്കി നിന്നു. പിന്നെ പതിയെ നടപ്പാതയിലേക്ക് കാലെടുത്തു വെച്ചു. മുകളിൽ ഉച്ചവെയിൽ കത്തുകയായിരുന്നു. പെട്ടെന്ന് ജയദേവൻ നിന്നു. പള്ളി വരാന്തയിൽ മുട്ടുകുത്തി നിൽക്കുന്ന രൂപം അപ്പോഴാണ് അയാളുടെ കണ്ണിൽപ്പെട്ടത്. ഒരു സ്ത്രീരൂപം. തലയിലൂടെ വലിച്ചിട്ട വെളുത്ത സാരിയുടെ പിന്നിലെ തലപ്പ് കാറ്റിൽ പാർന്നത് ജയദേവൻ കണ്ടു. മുട്ടുകുത്തി നിന്ന് 2 കൈപ്പത്തികളും മുഖം മറച്ചിരിക്കുന്ന രൂപം. അയാൾക്ക് മനസ്സിൽ പെട്ടെന്ന് ഒരു കരുണയും ഉത്കണ്ഠയും നിറഞ്ഞു. ഈ നേരത്ത് ഇതുപോലെ വിജനമായ പരിസരത്ത് എന്തിനായിരിക്കും ഈ സ്ത്രീ? അപ്പോഴാണ് അയാൾക്ക് തോന്നിയത്, അത് ഡെയ്സിയല്ലേ. ഡെയ്സി ഉറങ്ങുകയാണെന്ന് അയാൾക്ക് തോന്നി. ജയദേവന്റെ കാലുകൾ നിശ്ചലമായി. അയാൾക്ക് ഒരു നിമിഷം എന്തു ചെയ്യണമെന്ന് തീർച്ചപ്പെടുത്താൻ കഴിഞ്ഞില്ല. അവിടെ നിന്ന് കഴിയുന്നത്ര വേഗത്തിൽ തിരിഞ്ഞു നടക്കണമെന്നാണ് ആദ്യം തോന്നിയത്. പക്ഷേ തിരിഞ്ഞു നടക്കാൻ ജയദേവന് കഴിഞ്ഞില്ല. കാലുകൾ മുന്നോട്ടു തന്നെ വലിച്ചു. ഡെയ്സിയുടെ അടുത്തെത്തിയപ്പോൾ ജയദേവൻ പെട്ടെന്ന് ദുർബലനായി. അയാൾ അടുത്തു ചെന്നത് അവൾ അറിഞ്ഞതേയില്ല. ഡെയ്സി. ജയദേവന്റെ സ്വരം ഇടറിപ്പോയി. പെട്ടെന്ന് ഡെയ്സി മുഖത്തുനിന്ന് കൈകൾ നീക്കി. അവളുടെ മുഖത്തേക്ക് നോക്കിയ ജയദേവൻ ഞെട്ടിപ്പോയി. കരഞ്ഞു കരഞ്ഞ് കലങ്ങിച്ചുവന്ന കണ്ണുകൾ. മുഖത്തും കൈകളിലും കണ്ണീരിന്റെ ഈർപ്പമുണ്ടായിരുന്നു. ജയദേവൻ വല്ലായ്മയോടെ അവളെ നോക്കി. എന്തു പറ്റി ഡെയ്സി? ഡെയ്സി പെട്ടെന്ന് താഴെ നിന്ന് പേഴ്സ് തപ്പിയെടുത്ത് അതിൽ നിന്ന് കൈലേസ് വലിച്ചെടുത്ത് മുഖം തുടച്ചു. പിന്നെ വേഗം എഴുന്നേറ്റു. ഏറെ നേരം ഒരേ ഇരിപ്പ് ഇരുന്നതിനാൽ മുട്ടുകൾ മരവിച്ചു പോയിരുന്നു. ഡെയ്സി ഒന്ന് വേച്ചുപോയി. ഡെയ്സി. ജയദേവൻ ഒരു അന്യപുരുഷന്റെ നിസ്സഹായതയോടെ പിന്നെയും വിളിച്ചു. ഡെയ്സി അയാളെ നോക്കിയതേയില്ല. അവൾ സാരിത്തലപ്പ് പിടിച്ചു നേരെയിട്ട് വേഗം പോകാൻ തിരിഞ്ഞു. ജയദേവന് പെട്ടെന്ന് അരിശം വന്നു. ഡെയ്സി. അയാൾ പെട്ടെന്ന് കൈ നീട്ടി അവളുടെ കൈമുട്ടിൽ പിടിച്ചു നിർത്തി. ഇത്രയ്ക്ക് വിരോധം വരാൻ മാത്രം എന്തു തെറ്റാണ് ഞാൻ നിങ്ങളോട് ചെയ്തത്? ഡെയ്സി കലങ്ങിയ കണ്ണുകളുയർത്തി അയാളെ നോക്കി. 1-2 നിമിഷങ്ങൾ അവൾക്ക് സംസാരിക്കാൻ സാധിച്ചില്ല. എനിക്ക് പോകണം. എങ്ങനെയോ അവൾ ശബ്ദമെടുത്തു. നിൽക്ക്, ഞാൻ പറയട്ടെ. ഡെയ്സിയെ മുറിപ്പെടുത്തുന്നതുപോലെ ഞാൻ സംസാരിച്ചു എന്നത് നേരാണ്. മനഃപൂർവ്വമല്ല. പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചു. ഞാൻ മാപ്പ് ചോദിക്കുകയും ചെയ്തു. പക്ഷേ ഡെയ്സി അതിപ്പോഴും മനസ്സിൽ വെച്ച്. അയാളുടെ മുഖം കോപം കൊണ്ടെന്ന പോലെ ചുവക്കുകയും ശബ്ദം വല്ലാതെ പരുക്കനാകുകയും ചെയ്തു. ഡെയ്സി അക്ഷോഭ്യയായി അയാളെ നോക്കി. എനിക്ക് നിങ്ങളോട് വിരോധമൊന്നുമില്ല. സത്യമായുമില്ല. എനിക്കെന്തിനാണ് വിരോധം? ഡെയ്സി അടഞ്ഞ പള്ളിവാതിലിന് നേരെ നോക്കി. അവളുടെ മുഖത്ത് ഉറക്കച്ചടവിൻ്റേതായ ഒരു ഭാവമുണ്ടായിരുന്നു. സ്വപ്നത്തിലെന്ന പോലെ പതിഞ്ഞ സ്വരത്തിൽ ഡെയ്സി പറഞ്ഞു, ഞങ്ങളുടെ ദൈവം ക്ഷമിക്കാനും സഹിക്കാനുമാണ് പഠിപ്പിച്ചിട്ടുള്ളത്. മറ്റുള്ളവർക്ക് വേണ്ടി വേദന സഹിക്കാൻ, മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് സ്വയം വേദനിച്ച് പരിഹാരം കാണാൻ. ഡെയ്സി അയാളെ നോക്കി സാവകാശം പുഞ്ചിരിച്ചു. അതൊരു മനോരോഗമാണ്. ജയദേവൻ പെട്ടെന്ന് പറഞ്ഞു. ചിലപ്പോൾ തോന്നും അതൊരു ന്യായീകരണമാണെന്ന്. അല്ലെങ്കിൽ ഇതുപോലെ ഒരു ലോകത്ത് എങ്ങനെ നമ്മൾ ജീവിക്കും? അവൾ സാരിത്തലപ്പ് ഒന്നുകൂടി വലിച്ചിട്ടു. ഡെയ്സി, ഞാൻ മാപ്പ് ചോദിക്കുന്നു. എൻ്റെ വാക്കുകൾ ഡെയ്സിയെ എത്ര വേദനിപ്പിച്ചെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. സത്യമായും എനിക്ക് പശ്ചാത്താപമുണ്ട്. സാരമില്ല, ഞാനത് മറന്നു. ഡെയ്സി വീണ്ടും പോകാൻ തിരിഞ്ഞു. ശരിക്കും ഡെയ്സി എന്നോട് ക്ഷമിച്ചോ? ജയദേവന്റെ സ്വരം പെട്ടെന്ന് സാന്ദ്രമായി. ഞാൻ പറഞ്ഞില്ലേ, ക്ഷമിക്കാൻ നിങ്ങൾ തെറ്റൊന്നും ചെയ്തില്ല. വാസ്തവത്തിൽ ഞാനാണ് തെറ്റ് ചെയ്തത്. ഞാൻ ജയദേവന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ ശ്രമിക്കരുതായിരുന്നു. നമ്മൾ തമ്മിൽ അത്രയ്ക്കൊന്നും അടുപ്പമില്ലെന്ന് ഞാൻ മറന്നുപോയി. ഡെയ്സിക്ക് പെട്ടെന്നൊരു തിക്കുമുട്ടൽ അനുഭവപ്പെട്ടു. കവിളിൽ മുൻപ് അയാൾ കണ്ണീർ തുടച്ചു കളഞ്ഞെടുത്ത് വിരൽത്തുമ്പുകളുടെ സ്പർശം അവൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ഒരു ജാള്യതയോടെ അവൾ മുഖം തിരിച്ചു. സോറി പറയേണ്ടത് ഞാനാണ്. ജയദേവൻ പെട്ടെന്ന് ശാന്തനായി. അയാൾ അവളെ ഇഷ്ടത്തോടെ നോക്കി. അപ്പോൾ പിണക്കമില്ല? ഇല്ല, ഡെയ്സി ആത്മാർത്ഥതയോടെ പറഞ്ഞു. എങ്കിൽ ഒരു കാര്യം ചോദിക്കാനുണ്ട്. ജയദേവൻ താടി തടവി അവളെ നോക്കി. ആ സൈറ ഇപ്പോൾ എവിടെയുണ്ട്? ഡെയ്സി അമ്പരന്നുപോയി. സൈറ? ഓ, മരിച്ചുപോയ ബീപാത്തുമ്മയുടെ മകൾ. അതെ. അവളെ കണ്ടുപിടിക്കാൻ എന്താണ് മാർഗം?
ഡെയ്സിക്ക് മനസ്സിലായില്ല. ചെറിയൊരു പുലിവാലുണ്ട്. അന്നത്തെ ആ കേസ് അന്വേഷണത്തിന് ഇപ്പോൾ ഇൻ്റലിജൻസ് ഊർജിതമായി രംഗത്തിറങ്ങിയിരിക്കുന്നു. ബീപാത്തുമ്മയുടെ മകനെക്കുറിച്ചുള്ള അന്വേഷണം. ഞാൻ പറഞ്ഞല്ലോ, ഭീകരപ്രവർത്തനവുമായി ബന്ധമുള്ള നമുക്കൊന്നും ഊഹിക്കാൻ കഴിയാത്തത്ര സീരിയസ് ആയ കേസാണ്. അറിയാം. ഈ പെൺകുട്ടിയെ കിട്ടിയാൽ അന്വേഷണത്തിന് വലിയ സഹായകമാകും. പക്ഷേ ഈയിടെ വെണ്ണിയനിയിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ ഒരു സ്ത്രീയുടെ ശരീരം കിട്ടിയിരുന്നു. അത് സൈറയാണെന്നാണ് പോലീസ് എഴുതി പിടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടെന്താ പോലീസിന് നേട്ടം? നേട്ടം എന്താണെന്ന് കൃത്യമായി അവർക്കേ അറിയൂ. ചിലപ്പോൾ ആരെങ്കിലും സ്വാധീനിച്ചു കാണും. അല്ലെങ്കിൽ ഒരു ജോലി തീർക്കാനുള്ള എളുപ്പവഴി. ജയദേവൻ താടി തടവി ചിരിച്ചു. പള്ളിമുറ്റത്ത് വെയിൽ മങ്ങിത്തുടങ്ങിയിരുന്നു. താഴ്വരയിൽ നിന്ന് തണുത്തൊരു കാറ്റ് അലസമായി വീശി. എന്താണ് പറഞ്ഞു വരുന്നത്? ആ പെൺകുട്ടിയെ കണ്ടുപിടിക്കാനുള്ള എന്തെങ്കിലും മാർഗം? എവിടെയെങ്കിലും ആരുടെയെങ്കിലും പേര് ബീപാത്തുമ്മ പറഞ്ഞിട്ടുള്ളതായി ഓർമ്മയുണ്ടോ? ഡെയ്സിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നില്ല. ഇല്ല, ഞാനൊന്ന് ഓർത്തു നോക്കട്ടെ, അവൾ പറഞ്ഞു. തിരക്കില്ല, പതിയെ പറഞ്ഞാൽ മതി. ജയദേവൻ ചിരിച്ചു. അല്ല, ജയദേവൻ എന്താണ് ഇവിടെ? മതം മാറിയോ? ഡെയ്സി ചോദിച്ചു. പെട്ടെന്ന് അവളുടെ മുഖത്ത് ജാള്യത പരന്നു. സോറി, വ്യക്തിപരമായ കാര്യമാണ്. ചോദിക്കാമോ എന്നറിയില്ല. ജയദേവന്റെ മുഖത്ത് പരിഭവം നിറഞ്ഞു. അത് ശരി, അപ്പോൾ പിണക്കം പിന്നെയും ബാക്കിയുണ്ടല്ലേ? ഡെയ്സി ഒന്നും പറഞ്ഞില്ല. എങ്കിൽ പറയാം. ഞാനിവിടെ ഫാദർ ഫ്രാൻസിസിനെ കാണാൻ വന്നതാണ്. അദ്ദേഹത്തെയും വിളിച്ച് ഡെയ്സിയുടെ ഹോസ്പിറ്റലിലേക്ക് വരാൻ. ജയദേവൻ ചിരിച്ചു. തനിച്ചു വരാൻ ഒരു പേടി. നമ്മളെ ഗെറ്റൗട്ട് അടിച്ചാലോ? അപ്പോൾ പേടിക്കാറുണ്ടല്ലേ? ഡെയ്സി ചിരിച്ചു. ഇഷ്ടമുള്ള ചിലരെ, ജയദേവൻ പറഞ്ഞു. ഡെയ്സിക്ക് അത് മനസ്സിൽ തട്ടി. വാക്കുകളേക്കാൾ അത് പറഞ്ഞ രീതി, സ്വരത്തിൽ ഒരു ആർദ്രത. അവൾ അത് കേട്ടില്ലെന്നും മനസ്സിലായില്ലെന്നുമുള്ള ഭാവത്തിൽ വാച്ചിൽ നോക്കി. സമയം പോയി. എനിക്ക് ഉച്ചയ്ക്ക് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ജോലിയുണ്ട്. പോകട്ടെ. അവൾ പള്ളി വരാന്തയിൽ നിന്ന് പുറത്തെ തണുത്തും മങ്ങിയ വെയിലിലേക്ക് ഇറങ്ങി. പിണക്കം മാറിയല്ലോ അല്ലേ? ജയദേവൻ പിന്നെയും ചോദിച്ചു. പിണക്കമില്ലായിരുന്നെങ്കിൽ പിന്നെന്തിനാണ് ഡെയ്സി എന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചത്? ഡെയ്സി പതിയെ തല ചരിച്ച് ജയദേവനെ നോക്കി. അതും പേടിച്ചിട്ടാണ്. ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ് എന്ന് പറഞ്ഞു കേൾക്കുന്ന കാര്യം ആലോചിക്കാൻ വയ്യ. പ്രത്യേകിച്ചും ഒരിക്കൽ കണ്ണീർ തുടച്ചു തന്ന. അവൾ പെട്ടെന്ന് നിർത്തി. താനത് പറയാൻ പാടില്ലായിരുന്നുവെന്ന് അവൾ പെട്ടെന്ന് ഓർത്തു. ജാള്യതയോടെ ഡെയ്സി മുഖം കുനിച്ചു. പോട്ടെ. അവൾ ധൃതിയിൽ പടിക്കെട്ടുകൾക്ക് നേരെ നടന്നു. ജയദേവൻ മിഴിച്ചു നിൽക്കുകയായിരുന്നു. ഒരിക്കൽ കണ്ണീർ തുടച്ചു തന്ന. അവളുടെ ആ വാക്കുകളും അത് പറഞ്ഞ രീതിയും ജയദേവനെ ഉലച്ചു കളഞ്ഞു. അയാൾ സ്വന്തം കൈവിരലിലേക്ക് നോക്കി. ഈ വിരലുകൾ. ശരിയാണ്. കണ്ണീർ തുടച്ചു കൊടുത്തു. എന്തിന്? സ്നേഹം കൊണ്ടോ? പ്രേമം കൊണ്ടോ? അങ്ങനെ ഡെയ്സി കരുതുന്നുണ്ടോ? ഒരു മനുഷ്യജീവിയുടെ കണ്ണീരിന് മുന്നിൽ മറ്റൊരു മനുഷ്യജീവിക്ക് തോന്നുന്ന കേവലം അനുതാപം മാത്രമായിരുന്നില്ലേ അത്? അതിനപ്പുറം ഡെയ്സി എന്തെങ്കിലും തെറ്റിദ്ധരിച്ചോ? പ്രതീക്ഷിച്ചോ? ജയദേവൻ പെട്ടെന്ന് ദുർബലനും നിരാശനുമായി. ഒരിക്കൽ കണ്ണീർ തുടച്ചു തന്ന അവളുടെ വാക്കുകൾ അയാൾ പിന്നെയും കേട്ടു. ഒടുവിൽ കാണുമ്പോൾ 2 തവണയും അവളുടെ മുഖത്ത് കണ്ട വേദന അയാൾ പിന്നെയും ഓർത്തു. ഡെയ്സിയെപ്പോലെ വിദ്യാഭ്യാസവും വിവേകവുമുള്ള ഒരു സ്ത്രീക്ക് അത്രയ്ക്ക് വേദനിക്കണമെങ്കിൽ ആരോ അയാളുടെ മനസ്സിലിരുന്ന് പറഞ്ഞു. അവൾ അത്രയ്ക്ക് സ്നേഹിച്ചിരിക്കണം. വെറുതെ അയാൾ വിചാരിച്ചു. തോന്നലാണ്, വെറും സംശയം. കണ്ണീർ തുടച്ചു കൊടുത്തതിൽ അവൾ കൂടുതലൊന്നും കരുതിയിട്ടില്ല. പരുക്കനായി സംസാരിച്ചത് അവളുടെ അഹന്ത കൊണ്ടാണ്. അതെ, അതുമാത്രമാണ്. വെയിൽ പൂർണ്ണമായും മങ്ങിക്കഴിഞ്ഞിരുന്നു. പടിക്കെട്ടുകൾക്കരികിൽ ഡെയ്സി എത്തിക്കഴിഞ്ഞിരുന്നു. തിരിഞ്ഞു നോക്കാതെ അവൾ പടികളിറങ്ങുമ്പോൾ വെളുത്ത സാരിത്തലപ്പ് പിന്നിലേക്ക് പറന്നു. ജയദേവൻ വരാന്തയിലെ തൂണിൽ ചാരി വെറുതെ നിന്നു. അയാൾക്ക് അപ്പോൾ പെട്ടെന്ന് രാജിയെ ഓർമ്മ വന്നു. പടിക്കെട്ടിറങ്ങുന്നത് രാജിയാണെന്ന് തോന്നി. മുഖത്ത് പരിഭവവും കണ്ണുകളിൽ വെറുപ്പുമായി അവൾ ഇറങ്ങിപ്പോവുകയാണ്. എന്നേക്കുമായി. ജയദേവന് പെട്ടെന്ന് അവളെ പിടിച്ചു നിർത്തണമെന്ന് തോന്നി. പോകരുത്. അയാൾ നിശബ്ദമായി നിലവിളിച്ചു. എന്നെ തനിച്ചാക്കി പോകരുത്. ആരും കേൾക്കാനുണ്ടായിരുന്നില്ല. ജയദേവൻ പത്രം ഓഫീസിൽ തിരിച്ചെത്തിയത് വൈകിട്ടാണ്. 2 പത്രസമ്മേളനങ്ങളുടെയും ഒരു കൂട്ട ആത്മഹത്യയുടെയും വാർത്ത അയക്കാനുണ്ടായിരുന്നു. മഴ തകർത്തു പെയ്യുകയാണ്. അപ്പോഴാണ് അവർ വന്നത്. ജയദേവന് പെട്ടെന്ന് ആളെ മനസ്സിലായില്ല. ഓർമ്മയുണ്ടോയെന്നറിയില്ല. കുറച്ചു ദിവസം മുൻപ് ഞങ്ങൾ കാണാൻ വന്നിരുന്നു. അതിലൊരാൾ പറഞ്ഞു. ജയദേവൻ ചുഴിഞ്ഞു ചിന്തിച്ചു. പെട്ടെന്ന് ഓർമ്മ വന്നു. ഓ, ബീപാത്തുമ്മയുടെ കേസിൽ ഇടപെടരുതെന്ന് താക്കീത് തന്ന്. എന്താ കാര്യം? ആ പെണ്ണിനെ സാർ അന്വേഷിക്കുന്നുവെന്ന് കേട്ടു. ഞങ്ങളെ വെറുക്കനെ കേസിൽ കുടുക്കിയതാണ് സാർ. ഞങ്ങളെ രക്ഷിക്കണം. ജയദേവൻ അവരെ നോക്കി.
ആ പെണ്ണിനെ ചിലർ കൂടി പിടിച്ചു വച്ചിരിക്കുകയാണ്. നമ്മൾ കാണിച്ചു തരാം. ആ പെണ്ണ് മരിച്ചു എന്നല്ലേ പോലീസ് പറയുന്നത്? ജയദേവൻ അവരെ സംശയത്തോടെ നോക്കി. ഏയ്, അവൾ മരിച്ചൊന്നുമില്ല. ഞാൻ കാണിച്ചു തരാം. സാറ് ഞങ്ങളുടെ കൂടെ വന്നാൽ മതി. ഇപ്പോഴോ? ജയദേവൻ ചോദിച്ചു. രാത്രിയിലാണ് സൗകര്യം. അത് വേണ്ട, എനിക്ക് സൗകര്യപ്പെടില്ല. ജയദേവൻ സംശയം മറച്ചുവെച്ച് പറഞ്ഞു. എന്തു വിശ്വസിച്ചാണ് ഇവന്മാരോടൊപ്പം രാത്രിയിൽ പോകുന്നത്? ഇപ്പോഴാണെങ്കിൽ 5 മണി കഴിഞ്ഞിട്ടേയുള്ളൂ. മഴയാണെങ്കിലും വെളിച്ചമുണ്ട്. രാത്രിയാകാൻ ഇനിയും സമയമുണ്ട്. എന്നാൽ പിന്നെ ഇപ്പോൾ തന്നെ പോകാം. അവർ എഴുന്നേറ്റു. അന്നു വൈകിട്ടത്തേക്ക് അയക്കാനുള്ള വാർത്ത ശിവദാസിനെ ഏൽപ്പിച്ച് ജയദേവൻ എഴുന്നേറ്റു. വന്നവരുടെ ജീപ്പിന് പിന്നിൽ സ്വന്തം ബൈക്കിലാണ് ജയദേവൻ പോയത്. മറയൂരിലേക്ക് തിരിയുന്ന വഴിയിൽ പെട്ടെന്ന് ജീപ്പ് കയറ്റത്തിൽ സഡൻ ബ്രേക്ക് ഇട്ട് നിന്നു. ജയദേവനും സഡൻ ബ്രേക്ക് ഇടാൻ ശ്രമിക്കുന്നതിനിടെ പെട്ടെന്ന് കയറ്റത്തിൽ നിന്ന് ജീപ്പ് പിന്നിലേക്ക് ഉരുണ്ടുവന്നു. ജയദേവൻ അമ്പരപ്പോടെ അത് കാണുകയായിരുന്നു. എല്ലാം കഴിഞ്ഞെന്ന് അയാൾക്ക് പെട്ടെന്ന് മനസ്സിലായി. എല്ലാം തീരും. ഇപ്പോൾ ഒഴിഞ്ഞുമാറാൻ ഇടമില്ല, നേരമില്ല. ജീപ്പ് വന്നിടിക്കും. താഴെ കൊക്കയിലേക്ക്. ബൈക്ക് ഒരു കളിപ്പാട്ടം പോലെ തെറിച്ചു പോകും. ഒരു നിമിഷം മതി. അല്ലെങ്കിലും മരിക്കാൻ മനുഷ്യർക്ക് എത്ര നിമിഷം വേണം? അധ്യായം 18. രാത്രി വൈകിയിരുന്നു. പുറത്തെവിടെയോ ഒരു കാലൻ കോഴി നീട്ടിക്കൂവി. ഡെയ്സിയുടെ ഉറക്കം സുഖകരമായിരുന്നില്ല. പാതി ഉറക്കത്തിൽ അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ഉറങ്ങുമെന്ന് തോന്നുന്ന നിമിഷം ആരോ പടികൾ ചാടിയിറങ്ങി പോകുന്നത് പോലെ. ചാടി എഴുന്നേറ്റ് കാതോർക്കുമ്പോൾ ഇല്ല. അല്ലെങ്കിലും ഈ വീട്ടിലെവിടെ പടിക്കെട്ടുകൾ? ഡെയ്സി കണ്ണടച്ച് ഉറങ്ങാൻ ശ്രമിച്ചു. പടിക്കെട്ടുകൾ അവൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നേര്യമംഗലം പള്ളിയിലേതാണ്. അടഞ്ഞ കണ്ണുകൾക്ക് മുൻപിൽ അവൾ പരിചയമുള്ള പാദങ്ങൾ കണ്ടു. വെള്ള ക്യാൻവാസ് ഷൂ ധരിച്ച ചാടിയിറങ്ങിപ്പോകുന്നത് ജയദേവനാണെന്ന് പെട്ടെന്ന് ഡെയ്സിക്ക് തോന്നി. ജയദേവൻ പോകുന്നു. യാത്ര പറയാതെ, തിരിഞ്ഞു നോക്കാതെ. ഡെയ്സിക്ക് നെഞ്ചിലൊരു ഭാരം കയറ്റിവെച്ച അസ്വസ്ഥത തോന്നി. പോകട്ടെ. പോയാൽ ഡെയ്സിക്ക് എന്താണ്? ഒന്നുമില്ല. പക്ഷേ എന്നിട്ടും ഉറക്കം മതിയാക്കി എഴുന്നേറ്റിരുന്നു. കുറച്ചുനേരം വേദപുസ്തകം വായിച്ചാലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് കോളിംഗ് ബെൽ മുഴങ്ങിയത്. മാഡം. വാച്ച്മാൻ രാമൻ നായരുടെ ശബ്ദം അവൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ഡെയ്സി ജനാല തുറന്ന് പുറത്തേക്ക് നോക്കി. മാഡം, ഒന്ന് വരണം. കാഷ്വാലിറ്റിയിൽ ഒരു അപകട കേസ്. ആശുപത്രിയിലെ അറ്റൻഡർ തോമസും ഒപ്പമുണ്ടെന്ന് അവൾ കണ്ടു. രാജുവില്ലേ എവിടെ? ഡെയ്സി വെറുതെ അന്വേഷിച്ചു. രാജു സാറ് പറഞ്ഞിട്ടാ. മാഡത്തെ അത്യാവശ്യമായിട്ട് വിളിക്കാൻ പറഞ്ഞു. പിന്നെ ഡെയ്സി മടിച്ചു നിന്നില്ല. വേഗം വസ്ത്രം മാറി വീട് പൂട്ടി പുറത്തിറങ്ങുമ്പോൾ തോമസ് പറഞ്ഞു. കർത്താവേ, ആ ജീവൻ പോയോ എന്തോ. കിട്ടുമെന്ന് പ്രതീക്ഷയെ വേണ്ട. എന്നാ വീഴ്ചയാ. എന്നാലും സമ്മതിക്കണം. ഇത്രയും പൊക്കത്തിന്ന് വീണിട്ടും ഇതുമാതിരിയെങ്കിലും കിട്ടിയല്ലോ. എന്താ തോമസേ കേസ്? ഡെയ്സി ചോദിച്ചു. ആക്സിഡന്റാ. നമ്മുടെ കടുവ കൊക്കയിൽ വീണ കേസാ. ഒരു ചെറുപ്പക്കാരനാ. ഞാൻ അയാളെ ഇവിടെ എവിടെയോ കണ്ടിട്ടുള്ളതുപോലെ. ബൈക്കേന്ന് വീണതാ, രാമൻ നായർ പറഞ്ഞു. ഞാനും കണ്ടിട്ടുണ്ട്. എവിടാന്ന് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. കാഷ്വാലിറ്റിയിലേക്കുള്ള ചില്ലുവാതിലുകൾ കടന്നു ചെല്ലുമ്പോൾ പുതിയ പെയിന്റിന്റെ മണം നിറഞ്ഞു നിൽക്കുന്ന വലിയ വിശാലമായ മുറിയിൽ ടേബിളിൽ ആ രൂപം നീണ്ടു നിവർന്ന് കിടന്നിരുന്നു. ഡെയ്സി ആദ്യം കണ്ടത് ആ ക്യാൻവാസ് ഷൂസാണ്. വെള്ള നിറത്തിൽ. ഒരു മാത്രം അവൾ നിശ്ചലയായി നിന്നുപോയി. പിന്നെ ഉള്ളിലൊരാന്തലുണ്ടായി. ജയദേവൻ. ആകെ തളർന്നു പോവുകയാണെന്ന് ഡെയ്സിക്ക് തോന്നി. ജീസസ്. ഒരു രോഗിയെ സമീപിക്കുമ്പോൾ അവൾക്ക് ആദ്യമായി ശരീരം വിറച്ചു. കൈവെള്ളകൾ വീർത്തു. ക്രിട്ടിക്കലാണ് ഡോക്ടർ. നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഡോക്ടർ രാജു മാത്യു അടുത്തേക്ക് വന്നു. പ്രഷർ വെരി ലോ. ബ്രെയിനിൽ ഹെമറേജ് ഉണ്ടോ എന്ന് സംശയം. പിന്നെ ഫ്രാക്ചർ 2 ശ്വാസതടസ്സം അനുഭവിക്കുകയായിരുന്നു ഡെയ്സി. മുന്നിൽ ചുവപ്പ് നിറമുള്ള ജയദേവൻ. മുറിവുകൾ, പാതി അടഞ്ഞ കണ്ണുകൾ. ഏകദേശം 30 അടി താഴ്ചയിൽ വീണതാണ്. ഇങ്ങനെ കിട്ടിയത് ഭാഗ്യം. രാജു മാത്യു പറയുകയായിരുന്നു. വാട്ട് ഷാൽ വി ഡു ഡോക്ടർ? ഡെയ്സി മയക്കത്തിലെന്ന പോലെ നിന്നു. ടേബിളിൽ നിന്ന് ജയദേവൻ ചാടി എഴുന്നേൽക്കുന്നതുപോലെയും നെറ്റിയിലെ ചോര തുടച്ചു മാറ്റി ഒന്നും സംഭവിക്കാത്തതുപോലെ ഇറങ്ങിപ്പോകുന്നതുപോലെയും അവൾക്ക് തോന്നി. പ്രസരിപ്പുള്ള ചുവടുകളോടെ ചടപട ചാടിയിറങ്ങി ജയദേവൻ പോവുകയാണ്. തിരിഞ്ഞു നോക്കാതെ. ഡെയ്സിക്ക് തിരിച്ചു വിളിക്കണമെന്ന് തോന്നി. നിലവിളിയോടെ അപേക്ഷിക്കാൻ. പോകരുത് ജയദേവൻ. പക്ഷേ പെട്ടെന്ന് തോന്നി, അങ്ങനെ വിളിക്കാൻ ഡെയ്സി ആരാണ്? എന്താ നമ്മൾ ചെയ്യേണ്ടത് ഡോക്ടർ? രാജു മാത്യുവിൻ്റെ സ്വരം പിന്നെയും ഡെയ്സി കേട്ടു. ഡെയ്സി കർച്ചീഫ് എടുത്ത് മുഖവും കണ്ണുകളും കഴുത്തും തുടച്ചു. അവൾ പെട്ടെന്ന് വർത്തമാനകാലത്തിലേക്ക് ഉണർന്നു. മുന്നിൽ കിടക്കുന്നത് രോഗിയാണ്. ഡെയ്സി തിടുക്കത്തിൽ ആ രോഗിക്ക് അരികിലേക്ക് ഓടിച്ചെന്നു. ഇടത് കൈത്തണ്ട കയ്യിലെടുക്കുമ്പോൾ ഈ വിരലുകൾ കൊണ്ടാണ് തൻ്റെ കണ്ണുനീർ തുടച്ചു തന്നതെന്ന് അവൾ അറിയാതെ ഓർത്തു.
ഡെയ്സി വിറയ്ക്കുന്ന കൈകളോടെ പൾസ് നോക്കി. അവൾ കണ്ണടച്ച് ഹൃദയമിടിപ്പുകൾ എണ്ണാൻ ശ്രമിച്ചു. ജയദേവൻ്റെ ഹൃദയമിടിപ്പുകൾ ഡെയ്സിയുടെ കാതുകളിൽ മുഴങ്ങി. മടിച്ചു മടിച്ച് മിടിക്കുന്ന ഒരു ഹൃദയം. അവൾ വെമ്പലോടെ രാജുവിനെ നോക്കി. എന്താ ഇത്? വൈ ഡിഡ്ന്റ് യു മൂവ് ഹിം ടു ICU? അവളുടെ സ്വരം ഇടറി. ഇത്ര ക്രിട്ടിക്കൽ സ്ഥിതിയിലെത്തിയ ഒരു രോഗിയെ ഇവിടെ ഇങ്ങനെ കിടത്തി. ഷേ, അതല്ല ഡോക്ടർ, നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലേ? ICUവിലേക്ക് മാറ്റുക, ആദ്യം വെന്റിലേറ്ററിലേക്ക്. ഡോക്ടർ, ഞാൻ ചോദിക്കുന്നത് അതല്ല. ഈ രോഗിയെ നമ്മളിവിടെ അഡ്മിറ്റ് ചെയ്യണോ? സുരക്ഷിതം മെഡിക്കൽ കോളേജിലേക്കോ മറ്റോ റെഫർ ചെയ്യുന്നതല്ലേ? വേണ്ട തോമസ്, പേഷ്യൻറ്റിനെ ICUവിലേക്ക് മാറ്റൂ, വേഗം, ഡെയ്സി തിടുക്കത്തിൽ പറഞ്ഞു. തോമസ് വന്ന് ടേബിൾ ഉരുട്ടുമ്പോൾ രാജുവിൻ്റെ മുഖത്ത് അസഹ്യത പ്രകടമായി. ഡോക്ടർ, ഹീസ് വെരി ക്രിട്ടിക്കൽ. ദൈവം തമ്പുരാൻ വിചാരിച്ചാലും രക്ഷിക്കാൻ പ്രയാസമാണ്. രാജുവിൻ്റെ ശബ്ദം പരുക്കനായിരുന്നു. നമുക്ക് ശ്രമിക്കാൻ രാജു. ICUവിലേക്ക് ടേബിളിന് പിന്നാലെ പായുമ്പോൾ ഡെയ്സി പറഞ്ഞു. അവളുടെ മനസ്സ് രാജുവിൻ്റെ വാക്കുകളിലായിരുന്നില്ല. ബ്രെയിൻ ഹെമറേജ് ഉണ്ടാകുമോ? ഉണ്ടെങ്കിൽ എത്രത്തോളം? അതില്ലെങ്കിൽ രക്ഷപ്പെട്ടു. ഉണ്ടെങ്കിൽ? ഡെയ്സി വേഗം ചെയ്യേണ്ട ചികിത്സാവിധികൾ ഓരോന്നായി മനസ്സിലോർത്തു. ഡോക്ടർ എന്തായി പറയുന്നത്? ആശുപത്രി തുറന്നിട്ട് ഇത്രയും ദിവസമേ ആയിട്ടുള്ളൂ. അതിനിടെ ഇവിടെ ഒരു കാഷ്വാലിറ്റി ഉണ്ടായാൽ? രാജു പിന്നാലെ നടന്ന് സംസാരിക്കുകയായിരുന്നു. ഡെയ്സിയുടെ നെഞ്ച് പിളർന്നുപോയി. കാഷ്വാലിറ്റി, അതിൻ്റെ അർത്ഥമെന്തെന്ന് ചിന്തിക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. നമുക്ക് ഇയാളെ മെഡിക്കൽ കോളേജിലേക്ക് തള്ളാൻ ഡോക്ടർ. ഇല്ല, ഡെയ്സി വാശിയോടെ പറഞ്ഞു. നേര്യമംഗലം പള്ളി വരെ പോലും പോകാൻ ഈ പേഷ്യൻറ്റിന് കഴിയില്ല. പക്ഷേ ഇവിടെ നിന്നിറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്വം തീർന്നില്ലേ? രാജു വാദിച്ചു. ഡെയ്സി തിരിഞ്ഞു നിന്ന് അയാളെ നോക്കി. ഇല്ല, എൻ്റെ ഉത്തരവാദിത്വം തീരില്ല. അവളുടെ കണ്ണുകൾ ജ്വലിച്ചു. ഈ പേഷ്യൻറ്റിനെ ഈ നിലയിൽ വിടാൻ ഞാൻ തയ്യാറല്ല. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമുക്ക് ചെയ്യാം. അത് മുഴുവൻ ചെയ്തെന്ന് ഉറപ്പുവരുത്താം. സിസ്റ്റർ, ക്ലീൻ ഹിം, ഡെയ്സി നേഴ്സുമാരോട് പറഞ്ഞു. രാജുവിന് കലശലായ ദേഷ്യം വന്നു. പക്ഷേ ഡെയ്സിയുടെ മുഖത്തു നോക്കിയപ്പോൾ തുടർന്നു വാദിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അവൾ ഒരു വല്ലാത്ത ഭാവത്തിലായിരുന്നു. ഒരുതരം ജ്വലിച്ച ഭാവം. ഞാൻ വിട്ടുകൊടുക്കില്ല, ഡെയ്സി മനസ്സിൽ പറഞ്ഞു. വേണമെങ്കിൽ തനിയെ ഇറങ്ങിപ്പോകട്ടെ. പടിക്കെട്ടുകൾ പടപട ചാടിയിറങ്ങി. തള്ളിക്കളയില്ല ഞാൻ. വിശദമായ പരിശോധനകൾക്കായി ജയദേവനെ സമീപിക്കുമ്പോൾ അവൾ കൈകളിൽ മുഖം പൂഴ്ത്തി ദീർഘമായി ശ്വാസം ഉള്ളിലേക്കെടുത്തു. ജീസസ്, വെളിച്ചം തരിക. ഈ രോഗിയെ സുഖപ്പെടുത്താൻ എൻ്റെ കൂടെ നിൽക്കുക. ഈ രോഗിയുടെ ജീവൻ എൻ്റെ കയ്യിൽ സുരക്ഷിതമാക്കുക. ഓരോ രോഗിയും എത്തുമ്പോൾ മനസ്സിലെ പ്രാർത്ഥനയുണ്ട്. പക്ഷേ അത് അവർക്ക് വേണ്ടിയായിരുന്നു, രോഗിക്ക് വേണ്ടി, കുടുംബാംഗങ്ങൾക്ക് വേണ്ടി. ഇത് പക്ഷേ അങ്ങനെയല്ല. ജീസസ്, ഇതെനിക്ക് വേണ്ടിയാണ്. ഈ രോഗിയുടെ ജീവൻ ഡെയ്സിക്ക് വേണ്ടി. നേഴ്സുമാർ ജയദേവൻ്റെ വസ്ത്രങ്ങൾ നീക്കി മുറിവുകളിൽ കട്ട പിടിച്ചിരുന്ന രക്തവും അഴുക്കും തുടച്ചു നീക്കി തുടങ്ങിയിരുന്നു. ഡെയ്സി ധൃതിയിൽ ഏപ്രൺ എടുത്ത് കെട്ടി ഗ്ലൗസ് ധരിച്ച് ജയദേവൻ്റെ അരികിലേക്ക് നീങ്ങി. പാതിമയക്കം അവളുടെ തലച്ചോറിൽ നിന്ന് അകന്നിരുന്നു. ഡോക്ടർ പ്രദീപിനെ വിളിക്കണം, വേഗം. ഡോക്ടർ മറിയ ജോസഫിനെയും. ഡെയ്സി തിരക്ക് കൂട്ടി. ഡോക്ടർ പ്രദീപ് കുമാർ കാർഡിയോളജിസ്റ്റാണ്. ഡോക്ടർ മറിയ അനസ്തറ്റിസ്റ്റും. തുടർന്നുള്ള 3-4 മണിക്കൂറുകൾ തിരക്കിട്ടതായിരുന്നു. പുലർച്ചെയോടെ ജയദേവൻ്റെ നില മെച്ചപ്പെട്ടു. പ്രഷറും പൾസും നോർമലായി. അപകടനില പൂർണ്ണമായി തരണം ചെയ്തെന്ന് പറയാൻ കഴിയില്ലായിരുന്നു. എങ്കിലും ഡെയ്സിക്ക് വല്ലാത്തൊരു സമാധാനം അനുഭവപ്പെട്ടു. ഡെയ്സി ജയദേവൻ്റെ അരികിൽ തന്നെയിരുന്നു. രാവിലെ 8:30 കുരുവിള ജേക്കബ് ഓടിക്കതച്ചു വന്നു. ഇതെന്നാ പണിയാ ഡെയ്സി ഡോക്ടറെ ചെയ്തത്? എന്തുപറ്റി? ICUവിനുള്ളിലേക്ക് അയാൾ തള്ളിക്കയറി വന്നത് ഡെയ്സിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് സ്വരം ലേശം പരുക്കനായിരുന്നു. ഡോക്ടർ എന്തോ ആലോചിച്ചോണ്ടാ ഇയാളെ പിടിച്ച് ഇവിടെ അഡ്മിറ്റ് ചെയ്തത്? ഡെയ്സി കുരുവിളയെ പതർച്ചയില്ലാതെ നോക്കി. അത്യാസന്ന നിലയിൽ വന്ന ഒരു രോഗിയെ അഡ്മിറ്റ് ചെയ്യാൻ ഒരു ഡോക്ടർക്കും അത്രയ്ക്കൊന്നും ആലോചിക്കാനില്ല. അതല്ല ഡോക്ടറെ, എങ്ങാണ്ടെന്ന് കൊണ്ടുവന്ന ഒരാൾ ബന്ധുക്കൾ കൂടെയുണ്ടേൽ സാരമില്ല. ഇതിപ്പം വിൽക്കേണ്ട ടെസ്റ്റിൻ്റെയും മരുന്നിൻ്റെയും പൈസ ആര് തരും? അപ്പോഴാണ് ഡെയ്സി ഓർത്തത്, ഇതുവരെ ജയദേവൻ്റെ പത്രം ഓഫീസിൽ വിളിച്ച് പറഞ്ഞില്ല. അവർ ഈ വിവരം അറിഞ്ഞു കാണാനിടയില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. കേരളദേശം പത്രത്തിൻ്റെ ഇടുക്കി റിപ്പോർട്ടറാണ്. ഓ, കുരുവിള പെട്ടെന്ന് ശാന്തനായി. ഈ പത്രക്കാരായതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുകയില്ല. വിശ്വസിക്കാം. ഇനി അവർ തന്നില്ലെങ്കിൽ ഞാൻ തന്നുകൊള്ളാം. കുരുവിള തൽക്കാലം അവിടെ അടങ്ങി. ഡെയ്സി ജയദേവൻ്റെ ഓഫീസിലേക്ക് ഫോൺ ചെയ്ത് വിവരമറിയിച്ചു. ഓഫീസിൽ നിന്ന് ജയദേവൻ്റെ സഹപ്രവർത്തകരും അവർ വിവരമറിയിച്ചതനുസരിച്ച് പോലീസും ജയദേവനെ കാണാനെത്തി. ജയദേവൻ അബോധാവസ്ഥയിൽ തന്നെയായിരുന്നു. കോട്ടയത്തോട്ട് കൊണ്ടുപോകണമെന്ന് ന്യൂസ് എഡിറ്റർ ചോദിച്ചായിരുന്നു. ശിവദാസൻ ഡെയ്സിയോട് പറഞ്ഞു.
കൊണ്ടുപോകണമെങ്കിൽ പറയാം. ഇപ്പോൾ പക്ഷേ വേണ്ട, ഡെയ്സി പറഞ്ഞു. വീട്ടുകാരെ അറിയിച്ചോ? അവൾ അന്വേഷിച്ചു. നാട്ടിലിപ്പം ഒരു ചേട്ടനേയുള്ളൂ. അവർ ഫാമിലിയായിട്ട് എവിടോ ടൂറ് പോയിരിക്കുക. അങ്ങനെ അറിഞ്ഞത്. സാരമില്ല, ഇവിടെ ഞങ്ങളൊക്കെയുണ്ട്. കോട്ടയത്തുനിന്ന് ആരെങ്കിലും വരും. ജയദേവൻ സാറിന് ഒരുപാട് കൂട്ടുകാരും മറ്റുമുള്ളതാ. ആരേലും എപ്പോഴും കാണും. ആരും വേണ്ട, ഡെയ്സി പറഞ്ഞു. വൈകിട്ട് ജയദേവൻ്റെ സ്കാൻ റിസൾട്ടുകൾ കിട്ടി. ഡെയ്സി അപ്പോൾ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി പ്രൊഫസർ ജയകുമാറിനെ വിളിച്ചു. അത്യാവശ്യം വേണ്ട മരുന്നുകൾ അദ്ദേഹം നിർദ്ദേശിച്ചു. ഫോൺ വെച്ചതിന് പിന്നാലെ മനോജ് ജേക്കബ് കുരുവിളയുടെ വിളി വന്നു. ഡെയ്സി, പ്ലീസ് കം ടു മൈ റൂം. ഡെയ്സിക്ക് വല്ലായ്മ തോന്നി. ആ മുറിയിലേക്ക് കയറി ചെല്ലുന്നത് അവൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു. പക്ഷേ സിസ്റ്റർ അനിതയെ വിളിച്ച് ജയദേവനെ നോക്കാൻ ഏൽപ്പിച്ച ശേഷം ഡെയ്സി മനോജിൻ്റെ മുറിയിലേക്ക് നടന്നു. വാതിൽക്കൽ മുട്ടും മുൻപ് തന്നെ അകത്തുനിന്ന് വിളി കേട്ടു. വരൂ. ഡെയ്സി വാതിൽ തള്ളി തുറന്നു. പുഷ് ബാക്ക് ചെയറിൽ 2 കൈയും തലയ്ക്ക് പിന്നിൽ കെട്ടിവെച്ച് ചാഞ്ഞു കിടക്കുകയായിരുന്നു മനോജ്. വാതിൽക്കൽ നിൽക്കുന്ന ഡെയ്സിയെ അയാൾ കണ്ണെടുക്കാതെ നോക്കി. ഡെയ്സി അല്പം അസ്വസ്ഥതയോടെ അവിടെ നിന്നു. ഇരിക്കൂ, പതിഞ്ഞ സ്വരത്തിൽ മനോജ് പറഞ്ഞു. ഡെയ്സി കടന്നു ചെന്ന് കസേര വലിച്ചിട്ടിരുന്നു. ഇന്ന് ഊണ് കഴിക്കാനൊന്നും പോയില്ല അല്ലേ? പെട്ടെന്ന് മനോജ് ചോദിച്ചു. ഡെയ്സി അത് പ്രതീക്ഷിച്ച ചോദ്യമായിരുന്നില്ല. ഫുൾ ടൈം ICUവിൽ തന്നെയായിരുന്നു എന്ന് കേട്ടു. ഡെയ്സി മറുപടി പറഞ്ഞില്ല. നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ട് അല്ലേ? പരിചയം മാത്രമല്ല. ഡെയ്സിയുടെ തൊണ്ടയിൽ വാക്കുകൾ തടഞ്ഞു. പിന്നെ എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്. എനിക്കൊരു ക്രൈസിസ് ഉണ്ടായപ്പോൾ സഹായിച്ചയാളാണ്. അവൾ വാക്കുകൾ ഇടറാതിരിക്കാൻ പണിപ്പെട്ടു. മനോജ് അവളെ ചുഴിഞ്ഞു നോക്കി. യു ലൈക്ക് ഹിം? ഡെയ്സിക്ക് ആ ചോദ്യം ഇഷ്ടപ്പെട്ടില്ല. അതുപോട്ടെ, ഞാൻ വിളിപ്പിച്ചത്. മനോജ് ഒരു നിമിഷം നിശബ്ദനായിരുന്നു. ഡെയ്സിക്ക് എന്തുകൊണ്ടോ ഉത്കണ്ഠ അനുഭവപ്പെട്ടു. ഡിസ്ചാർജ് ഹിം, മനോജ് സാവകാശം പറഞ്ഞു. ഡെയ്സി മിഴിച്ചിരുന്നു. ഈ കണ്ടീഷനിലോ? അവൾ രോഷത്തോടെ ചോദിച്ചു. യെസ്. മനോജ് കൈകൾ തലയ്ക്ക് പിന്നിൽ നിന്നെടുത്ത് സാവധാനം മേശപ്പുറത്ത് കെട്ടിവെച്ചു. ഡെയ്സിയെ നോക്കി. അതിൽ ചില പ്രശ്നങ്ങളുണ്ട്. നമുക്ക് വെറുതെ റിസ്ക് എടുക്കണ്ട. ഒന്നാമത് നമ്മൾ ഈ ആശുപത്രി തുടങ്ങിയിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. അതിനിടയിൽ ഇവിടെ ഒരു ഡെത്ത് സംഭവിച്ചാൽ. ഡെയ്സിയുടെ മുഖം ചുവന്നു. ഇപ്പോൾ എല്ലാ റിസൾട്ട്സും ഏതാണ്ട് നോർമലാണ്. കാര്യമായ ഫ്രാക്ചർ പോലുമില്ല. എത്രയും വേഗം ആ മനുഷ്യന് സുഖമാകും. എഴുന്നേറ്റ് നടക്കും, ഡെയ്സി പറഞ്ഞു. പടിക്കെട്ട് പടപട ചാടിയിറങ്ങും, അവൾ മനസ്സിൽ പറഞ്ഞു. മനോജ് സാവകാശം ചിരിച്ചു. ഇല്ല ഡെയ്സി, അയാൾ എഴുന്നേൽക്കില്ല. ഇവിടെ നിന്ന് ജീവനോടെ പോവുകയുമില്ല. അയാളുടെ മുഖത്ത് ഗൗരവം പടർന്നു. ഇന്ന് കഴിയുമെങ്കിൽ 1-2 മണിക്കൂറിനകം. മിഴിച്ചിരിക്കുന്ന ഡെയ്സിയെ നോക്കി മനോജ് ശബ്ദമുയർത്താതെ പറഞ്ഞു. പിന്നീട് ആ പേഷ്യൻ്റ് ഇവിടെ ഉണ്ടാകരുത്. ഡെയ്സി വിറച്ചുപോയി. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ജയദേവനെ ഡിസ്ചാർജ് ചെയ്യുന്നതും വാഹനത്തിൽ കോട്ടയം വരെ കൊണ്ടുപോകുന്നതും അവൾ സങ്കൽപ്പിച്ചു. ഡെയ്സിക്ക് ഹൃദയത്തിൽ ഇരുട്ടുമൂടി. അധ്യായം 19. എന്തിന്? ഡെയ്സിയുടെ സ്വരമിടറി. ഒരു കാരണവുമില്ലാതെ ഒരു രോഗിയെ പകുതി വെച്ച് ഡിസ്ചാർജ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ. മനോജിൻ്റെ മുഖമിരുണ്ടു. കാരണമുണ്ട്. അതിപ്പോൾ ഡെയ്സി അറിയേണ്ടതല്ല. ഡെയ്സിയുടെ മുഖമിരുണ്ടു. ഡോക്ടർ എന്ന നിലയിൽ ഞാൻ അതറിഞ്ഞേ തീരൂ. ഈ കണ്ടീഷനിൽ പേഷ്യൻറ്റിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയില്ല. ഞാനത് സമ്മതിക്കില്ല. ഇനി ഡിസ്ചാർജ് ചെയ്തേ തീരൂ എന്നാണെങ്കിൽ. ഡെയ്സിയുടെ സ്വരത്തിൽ പെട്ടെന്ന് കടുപ്പം കലർന്നു. എനിക്കിവിടെ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. മനോജിൻ്റെ വെള്ളാരം കണ്ണുകൾ തിളങ്ങി. എന്നുവെച്ചാൽ നിങ്ങൾ മുടക്കിയ പണം തിരിച്ചു തരാൻ ഞാൻ തയ്യാറാണെന്ന്. മറ്റേതെങ്കിലും ആശുപത്രിയിൽ ജോലി ചെയ്തോളാമെന്ന്. ഡെയ്സി ലേശം ക്ഷോഭത്തോടെയാണ് പറഞ്ഞത്. മനോജ് അത് പ്രതീക്ഷിച്ചില്ലെന്ന് തോന്നി. പെട്ടെന്ന് അയാളുടെ മുഖം മങ്ങി. വേറെ ഡോക്ടർമാരെ കിട്ടാഞ്ഞിട്ടല്ല ഇവിടെ ഡെയ്സിയെ നിയമിച്ചത്. അതിനുവേണ്ടി എന്ത് ചെലവും വഹിക്കാൻ തീരുമാനിച്ചതും. മനോജിൻ്റെ സ്വരത്തിൽ ചെറിയ നിരാശയുണ്ടായിരുന്നു. ഡെയ്സി ആവശ്യപ്പെടുന്ന ഒരു കാര്യം നിരസിക്കാനും എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇത് പക്ഷേ അങ്ങനെയല്ല. ഇറ്റ്സ് സീരിയസ്. ഈ ജയദേവൻ എന്ന പേഷ്യൻ്റ് റിയൽ അപകടത്തിലാണ്. അയാൾക്ക് വളരെ ശക്തരായ ശത്രുക്കളുണ്ട്. അവരിൽ പലരും എനിക്ക് വേണ്ടപ്പെട്ടവരുമാണ്. എല്ലാവരെയും പിണക്കി നമുക്കിവിടെ തുടർന്നു പോകാൻ കഴിയില്ല. ഡെയ്സിയുടെ ക്ഷോഭം വർദ്ധിച്ചു. ഒരു കാര്യം ചെയ്യൂ. ആരെയൊക്കെയാണ് ചികിത്സിക്കാവുന്നത് എന്നൊരു ലിസ്റ്റ് എഴുതി റിസപ്ഷനിൽ ഏൽപ്പിക്കൂ. അവരെ മാത്രം അഡ്മിറ്റ് ചെയ്താൽ മതി. മരിക്കാറായി വന്നു കയറുന്നവർക്ക് ചികിത്സ നിഷേധിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതല്ലല്ലോ നമ്മൾ മെഡിക്കൽ കോളേജിൽ പഠിച്ചത്, ആണോ? അവളുടെ സ്വരം കടുത്തതായിരുന്നു. മനോജിൻ്റെ മുഖത്ത് നിരാശ വർദ്ധിച്ചു. ഞാനൊരു വല്ലാത്ത കുരുക്കിലാണല്ലോ ഡെയ്സി. അയാളുടെ ശബ്ദത്തിലെ വിഷമം യഥാർത്ഥമാണെന്ന് അവൾക്ക് തോന്നി. എനിക്ക് ഫ്രണ്ട്സിനെ പിണക്കാൻ പറ്റില്ല. ഡെയ്സിയെ വിഷമിപ്പിക്കാനും.
അയാൾ എന്തോ ആലോചിച്ചു. എത്ര ദിവസം എടുക്കും അയാൾക്ക് യാത്ര ചെയ്യാൻ? 2 ദിവസം, മാക്സിമം 3. ഡെയ്സി പ്രതീക്ഷയോടെ പറഞ്ഞു. ഓക്കെ, 2 ദിവസം. അത് കഴിയുമ്പോൾ ഡിസ്ചാർജ് ചെയ്യണം. അതൊരു ഉത്തരവ് പോലെയായിരുന്നു. ശരി, പിന്നെ സൂക്ഷിച്ചോളൂ. ഡെയ്സി എഴുന്നേറ്റു. പുറത്തേക്ക് നടക്കുമ്പോൾ അവളുടെ ഹൃദയം വിറച്ചു. 2 ദിവസം. അതിനിടെ ജയദേവൻ സുഖപ്പെടുമോ? യാത്ര ചെയ്യാൻ മാത്രം ആരോഗ്യം വീണ്ടെടുക്കുമോ? ജയദേവന്റെ മുറിയിൽ കടന്നു ചെല്ലുമ്പോൾ അവൾക്ക് വല്ലാത്ത സങ്കടവും അധൈര്യവും തോന്നി. കണ്ണുകൾ അടഞ്ഞ മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് ധൈര്യം വന്നില്ല. തളർന്നു കിടക്കുന്ന ശരീരം, ഒരു കുഞ്ഞിനെപ്പോലെ. മനോജിന്റെ വാക്കുകൾ പിന്നെയും പിന്നെയും കാതുകളിൽ മുഴങ്ങി. അയാൾ ഇവിടെ നിന്ന് ജീവനോടെ പോകില്ല. ജയദേവനെ ഈ ആശുപത്രിയിൽ കയറി ഉപദ്രവിക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ? ഡെയ്സിക്ക് ഭയം തോന്നി. കിടക്കയ്ക്കരികിൽ കസേര വലിച്ചിട്ട് ഡെയ്സി ഇരുന്നു. ജീസസ്! ഡ്രിപ്പ് കുത്തിവെച്ച ഇടത് കൈത്തണ്ട ചെരിഞ്ഞു കിടന്നിരുന്നു. ഡെയ്സി പതിയെ അത് നേരെ വെച്ചു. വലിയ മൃദുലമായ കൈപ്പത്തി. ഡെയ്സി പതിയെ കണ്ണടച്ചു. അവളുടെ മനസ്സിൽ പണ്ടെപ്പോഴോ കണ്ട ഒരു സ്വപ്നം മിന്നിമാഞ്ഞു. രക്ഷപ്പെട്ടോടുമ്പോൾ താങ്ങിപ്പിടിച്ച വലിയ കൈപ്പത്തി. തൻ്റെ മെലിഞ്ഞ തണുത്ത വിരലുകൾ നീട്ടി അവൾ സൗമ്യമായി ആ വിരലുകൾക്ക് മേലെ മൃദുവായി ഓടിച്ചു. തൻ്റെ കണ്ണീർ തുടച്ചു തന്ന വിരലുകൾ. ഡെയ്സിക്ക് കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ജീസസ്! ഈ മനുഷ്യനെന്തെങ്കിലും സംഭവിച്ചാൽ? അവളുടെ വലം കവിളിലൂടെ ഒരു കണ്ണീർച്ചാല് ഒഴുകിയിറങ്ങി. അത് തുടയ്ക്കാൻ ജയദേവന്റെ ഇടംകൈ ഉയർന്നില്ല. ഡെയ്സി അങ്ങനെ ആഗ്രഹിച്ചെങ്കിലും. ഏതാണ്ട് മുഴുവൻ സമയവും ഡെയ്സി ജയദേവന്റെ അരികിൽ തന്നെയായിരുന്നു. ഡോക്ടർ ഇന്ന് കഷ്ടപ്പെടുന്നതെന്തിനാ? സിസ്റ്റർമാർ ചോദിച്ചു. ഞങ്ങളുണ്ട്, ഞങ്ങൾ നോക്കിക്കോളാം. സാരമില്ല, ഞാനിരുന്നോളാം. ക്രിട്ടിക്കൽ സ്റ്റേജാണ്. നമ്മുടെ ഹോസ്പിറ്റലിൽ ആദ്യമായിട്ടല്ലേ ഇത്രയും സീരിയസായ ഒരു കേസ്? ഡെയ്സി അവരെ ബോധ്യപ്പെടുത്താനെന്ന പോലെ ന്യായീകരണങ്ങൾ നിരത്തി. ഇടയ്ക്ക് ഡെയ്സിയെ കാണാൻ രോഗികൾ വന്നു. ആദ്യത്തെ 2 പേർ നേരത്തെ സർക്കാർ ആശുപത്രിയിൽ വന്നിട്ടുള്ളവർ. ഡെയ്സി ഇങ്ങോട്ട് മാറിയെന്ന് കേട്ടതുകൊണ്ട് ചികിത്സയ്ക്കായി എത്തിയതാണ്. 3-മത്തെയാൾ ലേഖയായിരുന്നു. വിഷാദം നിറഞ്ഞ മുഖത്തോടെ അവൾ കടന്നു വന്നപ്പോൾ ഡെയ്സിയുടെ മനസ്സ് പെട്ടെന്ന് അലിഞ്ഞു. ലേഖയോ? വരുമെന്ന് പറഞ്ഞിരുന്നില്ലല്ലോ? ഡെയ്സി അത്ഭുതത്തോടെ ചോദിച്ചു. എന്തേ, തലവേദന കൂടിയോ? ലേഖ ഒന്നും മിണ്ടിയില്ല. ഉറക്കം ശരിയായോ? ഡെയ്സി കാരുണ്യത്തോടെ വീണ്ടും ചോദിച്ചു. എനിക്ക് വയ്യ ഡോക്ടർ. പെട്ടെന്ന് ലേഖ വിങ്ങിക്കരഞ്ഞു. ഡെയ്സി കാരുണ്യത്തോടെ എഴുന്നേറ്റ് ലേഖയുടെ അടുത്ത് ചെന്നു. മുടിയിഴകൾ തഴുകി ഒതുക്കി. എന്താ കുട്ടി, എന്താ കാര്യമെന്ന് പറയൂ. ലേഖ ഒരു കുട്ടിയെപ്പോലെ ഡെയ്സിയുടെ കൈകളിലേക്ക് തല ചായ്ച്ചു. ഡെയ്സി അവളുടെ നെറുകയിൽ പതിയെ തലോടി. എന്താ വിഷമമെന്ന് പറയൂ, ഡെയ്സി സൗമ്യമായി പറഞ്ഞു. അവൾ പതിയെ ലേഖയുടെ കൈത്തണ്ടയിൽ പിടിച്ചു. ലേഖ വേദനിച്ചതുപോലെ കൈ പിന്നോക്കം വലിച്ചു. ഡെയ്സി അമ്പരപ്പോടെ നോക്കിയപ്പോൾ ലേഖയുടെ വെളുത്ത ഭംഗിയുള്ള കൈത്തണ്ടയിൽ നീണ്ടൊരു മുറിവ് കണ്ട് ഞെട്ടിപ്പോയി. ഞരമ്പിനു കുറുകെ ബ്ലേഡ് കൊണ്ട് പരഞ്ഞതുപോലെ ഒരു മുറിവ്. എന്താ ഇത്? ഡെയ്സി അങ്കലാപ്പോടെ ചോദിച്ചു. ലേഖ ഒന്നും പറഞ്ഞില്ല. കുറ്റവാളിയെപ്പോലെ മുഖം കുനിക്കുക മാത്രം ചെയ്തു. ഡെയ്സിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. കുട്ടി സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചോ? ലേഖയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എനിക്ക് ജീവിക്കണ്ട ഡോക്ടർ. ലേഖ ചെറുതായി വിതുമ്പി. ഡെയ്സിക്ക് ശരീരത്തിൽ ഒരു മാത്ര ഭയം കൊണ്ടോ പരിഭ്രമം കൊണ്ടോ രോമങ്ങൾ എഴുന്നു. എന്തൊരു അബദ്ധമാണിത് ലേഖേ, അവൾ കിതച്ചു. ലേഖ മുഖം കയ്യിൽ പൊത്തി കുനിഞ്ഞിരുന്ന് കരഞ്ഞു. ഡെയ്സി സമചിത്തത വീണ്ടെടുക്കാൻ ശ്രമിച്ചു. മരിക്കുന്നതിനേക്കാൾ എളുപ്പം ജീവിതം ജീവിച്ചു തീർക്കുന്നതാണ് ലേഖേ. ഡെയ്സി കഴിയുന്നത്ര ശാന്തതയോടെ സംസാരിക്കാൻ ശ്രമിച്ചു. ഞാൻ പറയാൻ ഡോക്ടർ, എനിക്ക് പറയണം. പക്ഷേ ഇപ്പോഴല്ല. അവൾ എഴുന്നേറ്റു. ഡെയ്സി പ്രിസ്ക്രിപ്ഷൻ പാടെടുത്ത് 2 ഗുളികകളുടെ പേരെഴുതി. ഇത് 2ഉം രാത്രി കിടക്കുന്നതിന് മുൻപ് ഓരോന്ന് കഴിക്കണം. മറ്റൊന്നുമല്ല, മനസ്സിൻ്റെ പിരിമുറുക്കം കുറയാനാണ്. കഴിയുമെങ്കിൽ രാവിലെയും വൈകിട്ടും ഓരോ മണിക്കൂർ നടക്കൂ. ലേഖ ഒന്നും പറഞ്ഞില്ല. അവൾ കടലാസ് വാങ്ങി പുറത്തേക്ക് പോയപ്പോൾ ഡെയ്സിക്ക് വല്ലായ്മ തോന്നി. എന്തൊക്കെയോ രഹസ്യങ്ങൾ അവൾ ഒളിപ്പിക്കുന്നുണ്ടെന്ന് ഡെയ്സിയുടെ മനസ്സ് പറഞ്ഞു. അത് തുറന്നു പറയാതെ അവൾക്കൊരിക്കലും സമാധാനം കിട്ടില്ല. ഉറങ്ങാൻ കഴിയില്ല. വാർഡിൽ അഡ്മിറ്റ് ചെയ്തിരുന്ന 2 രോഗികളെ കൂടി നോക്കിയിട്ട് ഡെയ്സി ICUവിലേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു. അപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ അവളെ കാണാൻ മുറിയിലേക്ക് കയറി വന്നത്. സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ. വില കൂടിയ ഏതോ വിദേശ പെർഫ്യൂമിൻ്റെ പരിമളം മുറിയിൽ നിറഞ്ഞു. അയാൾ സമ്പന്നനാണെന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമായിരുന്നു. രോഗിയല്ലെന്ന് ഡെയ്സിക്ക് മനസ്സിലായി. കാരണം അപ്പോയിൻമെൻ്റ് എടുക്കുകയോ റിസപ്ഷനിൽ നിന്ന് കാർഡ് എടുക്കുകയോ ചെയ്തിരുന്നെങ്കിൽ നേരത്തെ അറിവ് കിട്ടിയനെ. ആരാണ്? ഡെയ്സി അന്വേഷിച്ചു. ഞാൻ ഡോക്ടറുടെ ഒരു പേഷ്യൻറ്റിൻ്റെ ഭർത്താവാണ്. ഡെയ്സി മനസ്സിലാകാതെ നോക്കി. ലേഖ ചാക്കോ. ഡെയ്സി ഒരിക്കൽ കൂടി ആ ചെറുപ്പക്കാരനെ നോക്കി.
ലേഖയ്ക്ക് ചേരുന്ന ഒരാൾ. വരൂ, ഇരിക്കൂ. ലേഖ ഇന്ന് വന്നിരുന്നല്ലോ. എനിക്കറിയാം, അറിഞ്ഞുകൊണ്ട് തന്നെയാ വന്നത്. അയാൾ കസേര വലിച്ചിട്ടിരുന്നു. ഡോക്ടറോട് അവൾക്കൊരിഷ്ടമുണ്ടെന്ന് തോന്നി. അതുകൊണ്ട് ഡോക്ടറോട് എല്ലാം തുറന്നു പറയുന്നതാ നല്ലതെന്ന് ഞാൻ വിചാരിച്ചു. ഡെയ്സി അയാളെ ആകാംക്ഷയോടെ നോക്കി. ഓരോ ദിവസവും ഓരോ ഡോക്ടറെന്ന കണക്ക്. എവിടെ ആരെക്കുറിച്ച് കേട്ടാലും പോയി കാണും, ചികിത്സിക്കും. ഇതിപ്പം തുടങ്ങിയിട്ട് കുറച്ചുനാളായി. ഒരു വല്ലാത്ത അവസ്ഥയാ. അയാളൊന്ന് നിർത്തി നിശ്വസിച്ചു. പരസ്പര ബന്ധമില്ലാതെ ഓരോന്നും പറയും. ഉറക്കമില്ലെന്ന പരാതി. സത്യമാ. പക്ഷേ അത് പുതിയ കാര്യമൊന്നുമല്ല. കല്യാണം കഴിച്ച് കുറച്ചുനാളായ പിന്നെ തുടങ്ങിയതാ. അയാൾ ചിരിച്ചു. അല്ല, ഡോക്ടറോട് അവൾ വല്ലോം തുറന്നു പറഞ്ഞായിരുന്നോ? ഇല്ല, ചോദിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല, ഡെയ്സി പറഞ്ഞു. ആരെയെങ്കിലും കൊന്നെന്നോ മറ്റോ? അയാളുടെ മുഖം ലേശം ചുവന്നു. സ്വരത്തിൽ കുറച്ച് മാറ്റമുണ്ടായതുപോലെ അയാൾ ചിരിച്ചു. കൊന്നെന്നോ? ഡെയ്സി കണ്ണുമിഴിച്ചു. പറഞ്ഞിട്ടില്ലേൽ ചിലപ്പം പറയും. പറഞ്ഞില്ലെന്നും വരും. പറയുന്നുവെന്ന് ഡോക്ടർ പരീക്ഷിച്ചോ? ഞാനിത് നേരത്തെ പറഞ്ഞത് ഡോക്ടർക്ക് ഒരു മുന്നറിയിപ്പ് തരാനാ. പോയ ഡോക്ടർമാരോടൊക്കെ അവളിത് പറയും. അവർ കണ്ണു തള്ളും. പിന്നെ ഞാൻ ചില സൈക്യാട്രിസ്റ്റുകളുമായിട്ട് ഇത് ഡിസ്കസ് ചെയ്തു. അവരാ പറഞ്ഞത് അവൾക്ക് വാസ്തവത്തിൽ സ്കിസോഫ്രീനിയ എന്ന അസുഖമാണെന്ന്. ഡെയ്സി ഒന്നും പറഞ്ഞില്ല. എന്നാ പിന്നെ ഞാൻ പോയേക്കുവാ. നാളെ മറ്റന്നാൾ എനിക്ക് ഒരു ഫോറിൻ ട്രിപ്പുണ്ട്. ഒരുപാട് കാര്യങ്ങൾ തീർക്കാനുണ്ട്. ശരി, ഡെയ്സി പറഞ്ഞു. വാസ്തവത്തിൽ അവളാകെ അന്താളിച്ചു പോയിരുന്നു. ലേഖയെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ അവളുടെ മനസ്സിലൊരു വാത്സല്യം മുളപൊട്ടി. പാവം, സഹായം ആവശ്യമുള്ള ഒരു പാവമെന്ന് മനസ്സിൽ ആരോ പറഞ്ഞുകൊണ്ടിരുന്നു. ചാക്കോ എന്ന ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടപ്പോൾ അയാളെക്കുറിച്ച് മറിച്ചൊന്നും ചിന്തിക്കാൻ കഴിയുന്നില്ല. ഒറ്റനോട്ടത്തിൽ മാന്യനായ നല്ലവനായ ഒരുവൻ. ലേഖയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സ്നേഹം കലർന്ന ഒരു ദുഃഖമുണ്ട് വാക്കുകളിൽ. സ്നേഹധനനായ ഒരു ഭർത്താവ്. ജയദേവന്റെ അടുത്തേക്ക് പോകുമ്പോൾ ഡെയ്സി ചിന്താധീനയായിരുന്നു. ശരിയായിരിക്കും, ചിലപ്പോൾ ലേഖയ്ക്ക് അത്തരം അസുഖമെന്തെങ്കിലും ആയിരിക്കും. ICUവിൻ്റെ മുന്നിലെത്തിയപ്പോൾ ജയദേവന്റെ ഓഫീസിലെ ശിവദാസിനോടൊപ്പം 2 പുരുഷന്മാർ കടന്നു വന്നു. ഒരാൾ 45ഓളം പ്രായം വരുന്നയാൾ, മറ്റേയാൾക്ക് ജയദേവന്റെ പ്രായം. ഞങ്ങളുടെ ന്യൂസ് എഡിറ്ററാണ്, സദാനന്ദൻ സാർ. പ്രായം ചെന്നയാളെ ചൂണ്ടി ശിവദാസൻ പറഞ്ഞു. ഇത് എറണാകുളത്ത് ജയദേവൻ സാറിൻ്റെ സുഹൃത്ത് ഷെരീഫ്. ഡെയ്സി കൈകൾ കൂപ്പി. ഞങ്ങളിപ്പോൾ CMOയെ കണ്ടു. ആശുപത്രിയിൽ നിന്ന് മാറ്റുന്നതാണ് നല്ലതെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ന്യൂസ് എഡിറ്റർ മുഖവരിയില്ലാതെ പറഞ്ഞു. ഡെയ്സിയുടെ മുഖം ചുവന്നു. ഇപ്പോഴോ? എത്രയും പെട്ടെന്ന്, അദ്ദേഹം പറഞ്ഞു. ഞാൻ കൊച്ചി അമൃതയിൽ വിളിച്ച് കാര്യങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഡെയ്സിക്ക് പെട്ടെന്ന് വാക്കുകൾ നഷ്ടപ്പെട്ടു. ജീസസ്, ഈ അവസ്ഥയിൽ ജയദേവനെ കൊണ്ടുപോയാൽ? എൻ്റെ സമ്മതത്തോടെ കൊണ്ടുപോകാൻ പറ്റില്ല. ഡെയ്സിയുടെ സ്വരം ദുർബലമായി. എൻ്റെ നോട്ടത്തിൽ ഈ അവസരത്തിൽ ഏത് ചെറിയ ചലനവും റിസ്ക്കാണ്. പക്ഷേ പ്രഷറും ECGയും നോർമലാണെന്ന് ഡോക്ടർ മനോജ് പറഞ്ഞല്ലോ. സദാനന്ദൻ അല്പം പരുഷമായി പറഞ്ഞു. നോർമലാണ്, എന്നാൽ സ്റ്റേബിളായി എന്ന് പറയാൻ കഴിയില്ല. ഏത് നിമിഷവും എന്തു സംഭവിക്കാം. ഡെയ്സി പറഞ്ഞു. നിങ്ങളിങ്ങനെ ഒരേ ആശുപത്രിയിലെ 2 പേര് 2 വിധത്തിൽ പറഞ്ഞാലെങ്ങനാ? ജയദേവന്റെ സുഹൃത്ത് ഷെരീഫ് പെട്ടെന്ന് ക്ഷോഭിച്ചു. ഒരാൾ കൊണ്ടുപോകണമെന്ന്, ഒരാൾ വേണ്ടെന്ന്. ഡെയ്സിക്ക് പെട്ടെന്ന് മറുപടി കിട്ടിയില്ല. അവൾ എന്തു ചെയ്യണമെന്ന് ഒരു നിമിഷം ആലോചിച്ചു. പിന്നെ സദാനന്ദനെ നോക്കി പറഞ്ഞു. എനിക്ക് അല്പം സ്വകാര്യമായി സംസാരിക്കാനുണ്ട്. വരാന്തയിൽ ഒരിടത്തേക്ക് മാറ്റി നിർത്തി ഡെയ്സി അതുവരെ സംഭവിച്ചതും തനിക്കറിയാവുന്നതുമായ കാര്യങ്ങൾ സദാനന്ദനോട് പറഞ്ഞു. എനിക്ക് മനസ്സിലായിടത്തോളം ജയദേവന്റെ ജീവൻ അപകടത്തിലാണ്. ഇവിടെ നിന്ന് നീക്കിയാൽ സ്വാഭാവികമായി അത് സംഭവിക്കും. പെട്ടെന്ന് അവളുടെ കണ്ടമിടറി. സദാനന്ദന്റെ മുഖത്ത് ഉത്കണ്ഠയും ചെറിയ ഭീതിയും നിറഞ്ഞു. അയാളൊരു പ്രത്യേക ജനസ. ആവശ്യമില്ലാത്തതൊക്കെ ഏറ്റുപിടിക്കും. പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെയായാൽ കൂടുതൽ അപകടമല്ലേ ഡോക്ടർ? ഇവിടെ എൻ്റെ ശ്രദ്ധയുണ്ട്. ആശുപത്രിയിൽ കയറി അതിക്രമം ആരും കാണിക്കില്ലെന്ന ധൈര്യത്തിലാണ് ഞാൻ. എന്താ ചെയ്യേണ്ടത്? സദാനന്ദന്റെ മുഖത്ത് വിഷമവും ആശയക്കുഴപ്പവും നിറഞ്ഞു. തൽക്കാലം നില സ്റ്റേബിൾ ആകുന്നതുവരെ ഇവിടെ തുടരട്ടെ എന്നാണ് എൻ്റെ അപേക്ഷ, ഡെയ്സി പറഞ്ഞു. ഞാനൊന്ന് ഷെരീഫിനോടും കൂടി ആലോചിക്കട്ടെ. സദാനന്ദനും ഷെരീഫും രഹസ്യ ചർച്ച നടത്തുമ്പോൾ ഡെയ്സി മുറിക്കുള്ളിലേക്ക് പോയി. ജയദേവൻ അതേ കിടപ്പായിരുന്നു. അവൾ പ്രഷറും കമ്പ്യൂട്ടർ മോണിറ്ററിലെ റീഡിങ്ങും ശ്രദ്ധിച്ചു. പിന്നെ ജയദേവന്റെ മുഖത്തേക്ക് കരുണയോടെ നോക്കി. ഉറങ്ങിക്കിടക്കുന്ന ഒരു കുട്ടിയെപ്പോലെയുണ്ടായിരുന്നു അയാളുടെ മുഖം. ഡെയ്സിക്ക് സ്നേഹവും ഹൃദയത്തിൽ കൊളുത്തിവലിക്കുന്ന വേദനയും അനുഭവപ്പെട്ടു. ജീസസ്, ഈ മനുഷ്യൻ, ഈ ജീവൻ നഷ്ടപ്പെടുന്ന കാര്യം ഡെയ്സിക്ക് ചിന്തിക്കാനേ കഴിഞ്ഞില്ല.
അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവൾക്ക് ജയദേവനോട് കൂടുതൽ അടുപ്പവും അവകാശവും തോന്നി. ആരുമില്ലാത്ത 2 പേർ. ഡെയ്സി വിചാരിച്ചു. മരുന്ന് ഡ്രിപ്പ് ഘടിപ്പിച്ചത് ഒന്നുകൂടി പരിശോധിച്ചപ്പോൾ അവൾക്ക് മനസ്സ് ശാന്തമായി. 5-10 മിനിറ്റ് മാത്രം. അതിനുശേഷം നടന്ന 2 സംഭവങ്ങളും അവളുടെ മനസ്സമാധാനം തകർത്തു. ആദ്യത്തേത് ലേഖയുടെ ഫോണായിരുന്നു. ഡെയ്സി കൺസൾട്ടേഷൻ മുറിയിലില്ലാത്തതിനാൽ കോൾ ICUവിലേക്ക് കണക്ട് ചെയ്ത് കിട്ടിയതാണ്. ഞാൻ ലേഖയാണ് ഡോക്ടർ. എന്താ ലേഖ വിശേഷിച്ച്? ഡെയ്സി സ്നേഹത്തോടെ ചോദിച്ചു. മനസ്സിൽ ഒരു രഹസ്യമുണ്ട്. അത് ഡോക്ടറോട് പറയാനാണ് ഞാൻ വന്നത്. അത് പറയാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ പറയട്ടെ? പറഞ്ഞോളൂ. എൻ്റെ പ്രശ്നം വളരെ ഗുരുതരമാണ് ഡോക്ടർ. അവളുടെ സ്വരം വല്ലാതെ താഴ്ന്നുപോയി. രഹസ്യം പറയുന്നത് പോലെ ലേഖയുടെ സ്വരം ഡെയ്സി കേട്ടു. ഞാൻ ഒരാളെ കൊന്നു ഡോക്ടർ. എന്നെ വെറുക്കരുത്. തുടർന്ന് ഫോൺ കട്ടായി. ഡെയ്സിക്ക് ശരീരം വിറങ്ങലിച്ചു പോയി. ഒരു നിമിഷം മുന്നറിയിപ്പ് കിട്ടിയിരുന്നെങ്കിലും പെട്ടെന്ന് ലേഖയുടെ സ്വരം കേട്ടപ്പോൾ ആ വിറയൽ മാറുന്നതിന് മുൻപേ പുറത്തുനിന്ന് സദാനന്ദൻ വിളിപ്പിച്ചു. അവൾ വരാന്തയിലേക്ക് ചെന്നപ്പോൾ സദാനന്ദനും ഷെറീഫും അവളുടെ അരികിലെത്തി. ഞങ്ങൾ ഇക്കാര്യം ടോപ്പിൽ ചർച്ച ചെയ്തു. ജയദേവിൻ്റെ കാര്യത്തിൽ റിസ്ക് എടുക്കണ്ടെന്നാ അവിടുന്ന് പറയുന്നത്. ഡോക്ടർ പറയുന്നത് പോലെയാകട്ടെ. ഇക്കാര്യത്തിൽ ഡോക്ടറുടെ വാക്ക് ഞങ്ങൾ മുഖവിലക്കെടുക്കുന്നു. ഡെയ്സിക്ക് ആശ്വാസം തോന്നി. ഒരു സുരക്ഷയ്ക്ക് വേണ്ടി ഇവിടെ സെക്യൂരിറ്റിക്ക് ഞങ്ങളുടെ 2-3 പേരെ വിടാം. ഷെറീഫ് ഇവിടെ നിൽക്കും. പിന്നെ ഞങ്ങളുടെ സെക്യൂരിറ്റിക്കാര് 2 പേരും വരും. മതി, അതാണ് സേഫ്. ഡെയ്സി ചിരിച്ചു. അല്ല, അത് ചോദിക്കാൻ മറന്നു. ജയദേവിൻ്റെ അമ്മയെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയോ? അവൾ പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ ചോദിച്ചു. ഇല്ല, അമ്മയും ചേട്ടൻ്റെ ഫാമിലിയും കുടുംബമായിട്ട് യാത്രയിലാണ്. ഷെറീഫ് പറഞ്ഞു. യാത്ര കഴിഞ്ഞു വരട്ടെ എന്ന് പറയാൻ തുടങ്ങുകയായിരുന്നു ഡെയ്സി. അപ്പോഴാണ് ഷെറീഫ് കൂട്ടിച്ചേർത്തത്. പക്ഷേ ഭാര്യയെ കിട്ടി. വിവരം പറഞ്ഞിട്ടുണ്ട്. ഡെയ്സി ഒന്ന് ഉലഞ്ഞുപോയി. ഭാര്യ? അതെ, ഭാര്യ. രാജലക്ഷ്മി. അറിയില്ലേ? കവയിത്രി, എഴുത്തുകാരി. ഡെയ്സിയുടെ ശരീരം എന്തുകൊണ്ടോ മരവിച്ചുപോയി. അറിയില്ലായിരുന്നു, അവൾ പറഞ്ഞു. ശബ്ദം വേണ്ടവിധം ഉയർന്നില്ല. പക്ഷേ ഒരു നിലവിളി ഉയർന്നു. മറ്റൊരാൾക്കും കേൾക്കാനുള്ള ഒച്ചയില്ലാത്ത ഒരു വല്ലാത്ത നിലവിളി. അധ്യായം 20. ICUവിൽ ഒരു വശത്ത് കിടന്ന മേശയ്ക്കരികിൽ കസേര വലിച്ചിട്ട് തലചായ്ച്ചിരിക്കുകയായിരുന്നു ഡെയ്സി. കണ്ണുകളിൽ ചെറുതായി മയക്കം ആവേശിക്കുന്നതുപോലെ. അത്രനേരം അവൾ എഴുതുകയായിരുന്നു. ഡോക്ടർ സദാശിവം പറഞ്ഞിട്ടുപോയ ആ ഗവേഷണ പ്രബന്ധം. ഇടയ്ക്ക് മനസ്സ് പിടിവിട്ട് നടന്നുപോയി. പ്രബന്ധത്തിൽ പറഞ്ഞിട്ടുള്ള രോഗികളിലേക്ക്, ആ രോഗികളെ കണ്ടുമുട്ടിയ താലൂക്ക് ആശുപത്രിയിലേക്ക്, അവിടെ വെച്ച് നേരിട്ട പ്രശ്നങ്ങളിലേക്ക്, പിന്നെ ജയദേവനിലേക്കും. രാജലക്ഷ്മി. മനസ്സിൽ ഷെറീഫിൻ്റെ സ്വരം മുഴങ്ങി. കവയത്രി, എഴുത്തുകാരി, ജയദേവൻ്റെ ഭാര്യ. മയക്കം കണ്ണുകളിൽ നിന്ന് വിട്ടു. വീണ്ടും ആ വേദന. ഡെയ്സിക്ക് ജാള്യത തോന്നി. ഇതാണോ ഡോക്ടർ ഡെയ്സി വർഗീസിൻ്റെ മനസ്ഥൈര്യം? ഇത്രയേയുള്ളൂ അവളുടെ പ്രായോഗിക ബുദ്ധി. ഒരു പത്രപ്രവർത്തകൻ, പ്രസരിപ്പോടെ പെരുമാറുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു ഡോക്ടറുടെ ജോലിക്കിടയിൽ കണ്ടുമുട്ടുകയോ പരിചയപ്പെടുകയോ ചെയ്യാവുന്ന ആയിരക്കണക്കിന് ആളുകളിൽ ഒരാൾ, ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ പരിചയപ്പെടാവുന്ന, അടുത്തു പെരുമാറാവുന്ന ലക്ഷക്കണക്കിന് പുരുഷന്മാരിൽ ഒരാൾ. തമ്മിൽ പ്രേമിച്ചിട്ടില്ല, വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം തന്നിട്ടില്ല, അടുത്തിടപഴകിയിട്ടില്ല. അയാൾ വിവാഹിതനാണ്, ഭാര്യയുണ്ട്, ചിലപ്പോൾ കുട്ടികളുമുണ്ടാകും. അതിൽ വേദനിക്കാൻ കാര്യമെന്തുണ്ട്? ഡെയ്സിയിലെ കാര്യബോധമുള്ള സ്ത്രീ കുറ്റപ്പെടുത്തി. 29 വയസ്സ്. ആരുമല്ലാത്ത ഒരു പുരുഷനെ ഓർത്ത് വേവലാതിപ്പെടേണ്ട പ്രായമാണോ അത്? അല്ല, ഡോക്ടർ ഡെയ്സി പരിഹാസത്തോടെ ഓർമ്മിപ്പിച്ചു. തീർച്ചയായും അല്ല. പക്ഷേ മറ്റൊരു ഡെയ്സി, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആഗ്രഹിക്കുന്ന മറ്റൊരു ഡെയ്സി ദുർബലമായി പ്രതിഷേധിച്ചു. പക്ഷേ എൻ്റെ കണ്ണുനീർ തുടച്ചു തന്ന, വളരെ നേർത്ത ഒരിഷ്ടവും സ്നേഹവും ബഹുമാനവും തോന്നി ജീവിതത്തിൽ അപൂർവമായി മാത്രം കണ്ടുമുട്ടുന്ന, സ്നേഹിക്കാം, ബഹുമാനിക്കാം, കാര്യബോധമുള്ള ഡെയ്സി വിധി കൽപ്പിച്ചു. അത്ര മതി, അത്രമാത്രം. അവൾ തലചരിച്ച് ജയദേവനെ നോക്കി. ഡെയ്സി ഒരു മാത്ര നടുങ്ങിപ്പോയി. ജയദേവൻ കണ്ണുകൾ തുറന്ന് കിടക്കുകയായിരുന്നു. അവളെ തന്നെ നോക്കിയിട്ടെന്ന പോലെ. ഡെയ്സി ചാടി എഴുന്നേറ്റ് അയാളുടെ അടുത്തേക്ക് ചെന്നു. ജയദേവൻ്റെ കണ്ണുകൾ തുറന്നിരിക്കുക തന്നെയായിരുന്നു. ഡെയ്സിയുടെ കണ്ണുകളിൽ ആ നോട്ടം ഉറച്ചു നിന്നു. ജയദേവൻ. അപ്രതീക്ഷിതമായതുകൊണ്ട് ആഹ്ലാദത്തിൻ്റെയും പരിഭ്രമത്തിൻ്റെയും വേലിയേറ്റത്തിൽ ഡെയ്സിയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. ഉണർന്നോ? ഇതെവിടെയാണെന്ന് മനസ്സിലായോ? ജയദേവൻ കണ്ണുകൾ ഒന്നടച്ചു തുറന്നു. പിന്നെ സാവകാശം പുഞ്ചിരിച്ചു. ഇടറിയ ഒച്ച പണിപ്പെട്ട് പുറത്തേക്ക് വലിച്ച് അയാൾ ചോദിച്ചു. ഭൂമിയിൽ തന്നെയല്ലേ? ഡെയ്സി ചിരിച്ചുപോയി. അവൾ കണ്ണുകളിലെ നനവ് തുടച്ചു കളഞ്ഞ്
അയാളെ സംതൃപ്തിയോടെയും സന്തോഷത്തോടെയും നോക്കി. പക്ഷേ ഞാനിപ്പോൾ ആകാശത്താണ്. ജയദേവൻ കണ്ണു തുറന്നു എന്ന് കാണുമ്പോൾ ഡെയ്സി ലേശം ഉറക്കെ തന്നെ ചിരിച്ചു. ജയദേവൻ അവളെ ഇഷ്ടത്തോടെ നോക്കി. ഡെയ്സിയെ ഒടുവിൽ കാണുമ്പോൾ കരഞ്ഞു തളർന്നിട്ടായിരുന്നു ഇങ്ങനെ ചിരിക്കാനും അറിയാം അല്ലേ? ഡെയ്സി പെട്ടെന്ന് സീരിയസ് ആയി. സമാധാനമായി. നോർമലാണല്ലോ, ഓർമ്മയ്ക്ക് തകരാറുമില്ല. ജയദേവൻ കൈ ഉയർത്താൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. ഞാൻ വാസ്തവത്തിൽ തവിട് പൊടിയായി അല്ലേ? ഏകദേശം. ഡെയ്സി സ്റ്റെതസ്കോപ്പ് എടുത്ത് ഹാർട്ട് ബീറ്റ് നോക്കി. ജയദേവൻ ഒരു കൗതുകത്തോടെ അത് നോക്കിക്കിടന്നു. ആ ജീപ്പ് വന്ന വരവ് ഓർക്കുമ്പോൾ വീണതും എല്ലുകൾ കടുപ്പിട ഒടിഞ്ഞതും എനിക്ക് ഓർമ്മയുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ചത്തുവെന്ന് തന്നെ വിചാരിച്ചു. എന്നിട്ട് ഇപ്പോൾ ഉണർന്നപ്പോഴോ എന്തു തോന്നി? ജയദേവൻ കുസൃതിയോടെ ചിരിച്ചു. അതുതന്നെ, ശവമടക്കും സഞ്ചയനവും കഴിഞ്ഞ് ആത്മാവായിട്ട് പരലോകത്ത് ലാൻഡ് ചെയ്തെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ അവിടെയും ഇത്രയൊക്കെ മോഡേണൈസ്ഡ് ആയോ എന്ന് സംശയിച്ചു പോയി. ഈ യന്ത്രങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ മാക്സിമം ഒരു ചീനച്ചട്ടിയെ പ്രതീക്ഷിച്ചുള്ളൂ. ചീനച്ചട്ടി? ഡെയ്സിക്ക് മനസ്സിലായില്ല. അതെ, നരകത്തിൽ അതാണല്ലോ സ്റ്റൈൽ. ചീനച്ചട്ടിയിൽ തിളയ്ക്കുന്ന എണ്ണയിൽ ജയദേവൻ ഫ്രൈ. ഡെയ്സി പിന്നെയും ചിരിച്ചുപോയി. ചാകാൻ കിടക്കുമ്പോഴും സ്വഭാവം മാറില്ല അല്ലേ? ചത്തുപോയാലും മാറില്ല. അതൊരു പത്രപ്രവർത്തകന്റെ അനലിറ്റിക്കൽ ബുദ്ധിയാണ്. ഞാൻ ചത്താൽ നരകത്തിലേ പോകൂ. ഡെയ്സിയെ അവിടെ കാണാൻ സാധ്യതയുമില്ല. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ നേർക്കുനേരെ കാണണമെങ്കിൽ രണ്ടുപേരും ഭൂമിയിൽ തന്നെയാകണം. ഡെയ്സി BP അപ്പാരറ്റസ് അഴിച്ചുമാറ്റി പ്രഷർ രേഖപ്പെടുത്തി. മതി, അധികം ശരീരം ഇളക്കണ്ട. സംസാരം കേട്ടുകൊണ്ട് ICUവിൻ്റെ വശത്തെ നേഴ്സസ് റൂമിൽ നിന്ന് സിസ്റ്റർ ട്രീസ വന്നു. ഇതിപ്പോൾ എത്ര കാലമായി? ജയദേവൻ അന്വേഷിച്ചു. മനസ്സിലായില്ല. ഞാൻ ഈ കിടപ്പ് തുടങ്ങിയിട്ട്. എഴുന്നേറ്റ് പുറത്തു ചെല്ലുമ്പോൾ മന്ത്രിസഭ മാറിക്കാണുമോ? ഇന്ത്യ മഹാരാജ്യം വികസിത രാഷ്ട്രമായി കാണുമോ? വേദനിക്കുന്നല്ലോ ഡെയ്സി. അയാൾ ഞരങ്ങി. അധികം സംസാരിക്കണ്ട. ഡെയ്സിയുടെ സ്വരത്തിൽ ഉത്കണ്ഠ കലർന്നു. ജയദേവന് പെട്ടെന്ന് അസ്ഥി നുറങ്ങുന്ന വേദന തോന്നി. വേദന മൂലം അയാളുടെ കൺപോളകളിൽ കൃഷ്ണമണികൾ കീഴ്മേൽ മറിഞ്ഞു. ഡെയ്സി ആശങ്കാകുലയായി. ജയദേവൻ. ജയദേവൻ കിതപ്പോടെ കണ്ണു തുറന്നു. അതിവേദന. വല്ല മരുന്നും തരൂ. റിലാക്സ്, മരുന്ന് തരാം, ഡെയ്സി അനുതാപത്തോടെ പറഞ്ഞു. വേദന സംഹാരിയുടെ ഒരു ആംബ്യൂൾ പൊട്ടിച്ചതും ജയദേവന് കുത്തിവെച്ചതും ഡെയ്സി തന്നെയാണ്. എത്ര ദിവസമായി? കുത്തിവെക്കുമ്പോൾ മുഖം ചുളിച്ചുകൊണ്ട് അയാൾ അന്വേഷിച്ചു. 3. ഡെയ്സി പറഞ്ഞു. എൻ്റെ അമ്മ കരഞ്ഞു വിളിച്ച് ഈ 3 ദിവസവും പ്രശ്നമുണ്ടാക്കി കാണുമല്ലോ, ജയദേവൻ പറഞ്ഞു. ഡെയ്സി ജയദേവനെ നോക്കാതെ ഡിസ്പോസിബിൾ സിറിഞ്ച് കളയാൻ വേസ്റ്റ് ബിന്നിൻ്റെ സമീപത്തേക്ക് നടന്നു. അമ്മ വിവരം അറിഞ്ഞിട്ടില്ല. അവൾ പതിയെ പറഞ്ഞു. ചേട്ടനും ഫാമിലിയും കൂടി യാത്രയിലാണ്. അങ്ങനെ ഷെരീഫ് പറഞ്ഞു. ഓ, അത് ഞാൻ മറന്നു. ഷെരീഫ് ഇവിടെയുണ്ടല്ലേ? വിളിക്കാമോ? ഈ നേരത്തോ? ഡെയ്സി ചോദിച്ചു. ഇതേതു നേരമാണ്? രാത്രി 2 മണി നേരം. ഡെയ്സി ചിരിച്ചു. ജയദേവൻ ചുറ്റുപാടും കണ്ണോടിച്ചു. അല്ല, ഇവിടെ നേഴ്സും ഡോക്ടറും അറ്റൻഡറും എല്ലാം ഡെയ്സി തന്നെയാണോ? എന്തേ? ആളുണ്ട്. 3 നേഴ്സുമാർ അപ്പുറത്ത് ഡ്യൂട്ടി റൂമിലുണ്ട്. ഡെയ്സി ഉറങ്ങിയില്ലേ? ഇല്ല. ജയദേവന് സ്പെഷ്യൽ കെയർ, അവൾ ധൃതിയിൽ കൂട്ടിച്ചേർത്തു. എൻ്റെ ജോലി തിരിച്ചു വാങ്ങി തന്നയാളല്ലേ എനിക്ക് വക്കീലിനെ ഏർപ്പാട് ചെയ്തു തന്നതും ഒരു ക്രൈസിസിൽ രക്ഷിച്ചതും. അയാളത് ശ്രദ്ധിച്ചതായി തോന്നിയില്ല. സോറി, അയാൾ പെട്ടെന്ന് പറഞ്ഞു. ശബ്ദം കുറച്ച് പരുക്കനായിരുന്നു. എന്തേ? ഇവിടെ ജോയിൻ ചെയ്തതിന് ഡെയ്സിയെ ഞാൻ എന്തൊക്കെ പറഞ്ഞു? നേരിട്ടല്ലെങ്കിലും മനസ്സിൽ. ജയദേവൻ അവളെ നോക്കി ശാന്തനായി ചിരിച്ചു. അത് തെറ്റായിപ്പോയി, സോറി. ഡെയ്സി മന്ദഹസിച്ചു. അതിൽ തെറ്റൊന്നുമില്ല. ഞാനും എന്നെ ശകാരിച്ചതാണ്. ഇപ്പോഴും ശകാരിക്കുകയും ചെയ്യുന്നു. എന്നാൽ പിന്നെ ഞാനൊരു സത്യം തുറന്നു പറയട്ടെ? ഡെയ്സി അയാളെ ആകാംക്ഷയോടെ നോക്കി. എനിക്ക് കലശലായി, ഉറക്കം വരുന്നു. ജയദേവൻ കുസൃതിയോടെ ചിരിച്ചു. ഡെയ്സിയും ചിരിച്ചു. മാറില്ല, സ്വഭാവം മാറില്ല. അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അയാൾ കണ്ണടച്ചു. ഉറക്കത്തിലേക്ക് വഴുതുകയും ചെയ്തു. ഡെയ്സിക്ക് വല്ലാത്ത മനഃശാന്തി അനുഭവപ്പെട്ടു. ഇനിയിപ്പോൾ ഭയക്കാനില്ലെന്ന് അവളുടെ മനസ്സ് പറഞ്ഞു. ജയദേവനെ ഇവിടുന്ന് കൊണ്ടുപോയാലും പേടിക്കാനില്ല. ഒരു പക്ഷേ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. വിട്ടുവിട്ടുള്ള മയക്കത്തിന് ശേഷം ഡെയ്സി രാവിലെ ഉണർന്നു. ജയദേവന്റെ പൾസും BP-യും നോക്കിയതിനു ശേഷം ക്വാർട്ടേഴ്സിൽ പോയി കുളി കഴിഞ്ഞ് വസ്ത്രം മാറി തിരിച്ചു വന്നപ്പോൾ റിസപ്ഷനിൽ ഒരു വാക്ക് തർക്കം. 75 രൂപ. 75 രൂപയാ ഇവിടെ ചീട്ടിന്. അത് തന്ന് ചീട്ടെടുത്താൽ പിന്നെ മരുന്നിന് എവിടെ പോകും? കാരണവരെ, ഇത് പ്രൈവറ്റ് ആശുപത്രിയാ. ഇവിടെ കാശ് ചെലവുണ്ട്. എൻ്റെ കയ്യിൽ 100 രൂപയുണ്ട്. അതങ്ങെടുത്തോ. എനിക്ക് ആ ഡെയ്സി ഡോക്ടറെ ഒന്ന് കാണാനാ. ഡെയ്സി അവിടേക്ക് ചെന്നു. കൂനി നിൽക്കുന്ന ഒരു വൃദ്ധൻ
പഴകിയ ഷർട്ട്, അത്ര വെളുത്തതല്ലാത്ത മുണ്ട്, കറുത്ത് കരിവാളിച്ച ഒരു രൂപം. ആരാ? ഡെയ്സി ചോദിച്ചു. വൃദ്ധൻ ഒന്ന് തിരിഞ്ഞു നോക്കി. ഇതാരാപ്പാ? ഇവിടെ വന്നാൽ ആരോടൊക്കെ പേരും നാളും പറയണം. ഡോക്ടറെ കാണാൻ വന്നതാ. വെളുപ്പാങ്കാലം മുതൽ സെക്യൂരിറ്റിയോട് വഴക്കായിരുന്നു. അയാളെ തന്തയ്ക്ക് വിളിച്ചപ്പോൾ കയറ്റിവിട്ടു. ഇപ്പം ദേ ഞങ്ങളെ തെറി വിളിക്കുന്നു. അയ്യോടി കൊച്ചേ, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഞാൻ 2 തെറി വിളിച്ചിരുന്നാലോ? ഇതൊന്നും തെറിയല്ല കേട്ടോ. എന്താ കാര്യം? ഡെയ്സി ക്ഷമാപൂർവ്വം ചോദിച്ചു. സുഖമില്ല, മരുന്ന് വേണം. എന്താ പേര്? തോട്ടത്തിന്ന് വരുവാ. എൻ്റെ പേര് തങ്കപ്പന്ന. ഇന്നലെ താലൂക്ക് ആശുപത്രി ചെന്നു. അവിടെ ചെന്നപ്പോഴാ ഡെയ്സി ഡോക്ടർ ഇവിടാന്ന് പറഞ്ഞത്. രാവിലെ ഇങ്ങോട്ടിങ്ങ് പോന്നു. ഞാനാണ് ഡെയ്സി. ആന്നോ? സന്തോഷമായി. എന്നെയൊന്ന് ചികിത്സിച്ച ഡോക്ടറെ. റിസപ്ഷനിലെ പെൺകുട്ടികൾ പൊട്ടിച്ചിരിച്ചു. ഡെയ്സിയും ചിരിച്ചു. ഒരു ചീട്ടെഴുതിക്കോ സുധേ, ഡെയ്സി പറഞ്ഞു. കൺസൾട്ടിംഗ് റൂമിലെത്തിയപ്പോൾ അയാൾ കലപില വർത്തമാനം തുടങ്ങി. ഞങ്ങളുടെ ലയത്തിലുള്ളവർ പറയും ഡോക്ടർക്ക് നല്ല കൈപ്പുണ്യമാണെന്ന്. അപ്പം ഞാൻ ഓർത്തു, ഇവിടെ ചീട്ടെടുത്താൽ മതിയല്ലോ. ഡോക്ടറുടെ കയ്യിൽ നിന്ന് വല്ല കൊച്ചു ഗുളികയും വാങ്ങിച്ചു തിന്നാം, അസുഖം മാറും. ഡെയ്സി സങ്കടത്തോടെ അയാളെ നോക്കി. അതൊന്നും പോരാ അപ്പൂപ്പ. രോഗം മാറണമെങ്കിൽ മരുന്ന് തന്നെ വേണം. ആദ്യ പരിശോധനയിൽ തന്നെ ഗുരുതര ഹൃദ്രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണാമായിരുന്നു. ഡെയ്സിക്ക് വിഷമം തോന്നി. ടെസ്റ്റുകൾക്ക് എഴുതി കൊടുത്തപ്പോൾ സിസ്റ്റർ ട്രീസ ഡെയ്സിയെ അമ്പരപ്പോടെ നോക്കി. ഇങ്ങേരുടെ കയ്യിൽ കാശ് എവിടുന്ന ഡോക്ടറെ? എൻ്റെ അക്കൗണ്ടിൽ എഴുതിക്കോളാൻ പറയൂ, ഡെയ്സി പറഞ്ഞു. തങ്കപ്പൻ്റെ പരിശോധനകളുടെയും മരുന്നിൻ്റെയും ബില്ലുകൾ ഡെയ്സി ഒപ്പിട്ടു കൊടുത്തു. പിന്നീട് അവൾ ജയദേവിൻ്റെ മുറിയിലേക്ക് ഇറങ്ങി. അപ്പോഴാണ് റിസപ്ഷനിൽ നിന്ന് ത്രേസ്യമ്മ നടന്നു വരുന്നത് അവൾ കണ്ടത്. ഡെയ്സിയുടെ ചങ്കിടിച്ചു. അമ്മച്ചി എന്താ ഇവിടെ? ഞാൻ വന്നത് നിനക്ക് ഇഷ്ടമായില്ല അല്ലയോ? ത്രേസ്യമ്മ പരിഭവിച്ചു. അതല്ല, ക്വാർട്ടേഴ്സിലേക്ക് വരാഞ്ഞതെന്താ? ഓ, നിന്റെ പ്രതാപത്തിന് നമ്മൾ പറ്റത്തില്ല. ഡെയ്സിക്ക് ലേശം കോപം വന്നു. അമ്മച്ചി രാവിലെ എന്നോട് വഴക്കിനായിട്ട് വന്നതാണോ? അല്ല, ഞാൻ പള്ളിയിൽ പോകുന്ന വഴിയാ. ഒന്ന് കയറിയേച്ച് പോകാമെന്ന് വെച്ചു. ജാസ്മിൻ്റെ കാര്യത്തിൽ നിന്റെ തീരുമാനം അറിയുകയും വേണം. ഡെയ്സി പെട്ടെന്ന് നിശബ്ദയായി. കെട്ടിച്ചു വിട്ടെന്ന് വെച്ച് എല്ലാ ജോലിയും തീരുകയല്ല, ത്രേസ്യമ്മ കുറ്റപ്പെടുത്തുന്നതുപോലെ പറഞ്ഞു. അവളവിടെ കണ്ണീരും കൈയുമായിട്ട് നിൽക്കുക. നമ്മൾ എന്തെങ്കിലും ചെയ്തേ തീരൂ. ഡെയ്സിക്ക് പെട്ടെന്ന് അരിശം വന്നു. അമ്മച്ചി ഇങ്ങനെ കണ്ണിൽ ചോരയില്ലാതെ സംസാരിക്കരുത്. പെട്ടെന്ന് അത്രയും രൂപയെന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ നിന്നുണ്ടാക്കും? നിനക്ക് 19,000 രൂപ കിട്ടുന്നതല്ലയോ? കുറച്ച് രൂപ മുൻപേർ വാങ്ങിച്ചിട്ട് പിന്നെ തിരിച്ചു കൊടുക്കാമെന്ന് പറയണം. എനിക്ക് ആലോചിക്കണം, ഡെയ്സി വല്ലാതെ അരിശത്തോടെ പറഞ്ഞു. നിനക്ക് കണ്ണി കണ്ടവർക്കൊക്കെ സൗജന്യം ചെയ്യാൻ കാശുണ്ടല്ലോ, അവർ അനിഷ്ടത്തോടെ പറഞ്ഞു. എനിക്കിവിടെ ജോലിയുണ്ട്, അമ്മച്ചിയൊന്ന് പോകുന്നുണ്ടോ? അവൾ തിരക്കിട്ട് ICUവിലേക്ക് നടന്നു. ICUവിൻ്റെ മുന്നിൽ സിമൻറ്റ് ബെഞ്ചിൽ ഷെറീഫിനെ കണ്ടപ്പോൾ ഡെയ്സി മനസ്സിലെ വല്ലായ്മകൾ മറച്ചു പിടിച്ച് ചിരിച്ചു. ഒരു ഗ്ലാഡ് ന്യൂസ്. കൂട്ടുകാരൻ ഇന്നലെ കണ്ണു തുറന്ന് സംസാരിച്ചു. നേരോ? ഷെറീഫ് സന്തോഷത്തോടെ എഴുന്നേറ്റു. ഇനിയിപ്പോൾ കൊണ്ടുപോകാം. ഏത് ആശുപത്രിയിലേക്ക് വേണമെങ്കിലും മാറ്റാം, ഡെയ്സി പറഞ്ഞു. എന്തു പറഞ്ഞു അവൻ? കുറേ സംസാരിച്ചു. അമ്മയെ അന്വേഷിച്ചു. അവരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ഉടനെ തിരിച്ചേക്കും. പോകാൻ തുടങ്ങിയ ഡെയ്സി പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. എന്നിട്ട് ഒരാവശ്യവുമില്ലാത്ത ഒരു ചോദ്യം ചോദിച്ചു. വൈഫ്? അറിയിച്ചിട്ടുണ്ട്, വന്നേക്കും. ഡെയ്സിയുടെ മുഖവും മനസ്സും ഒരാവശ്യവുമില്ലാതെ മങ്ങി. വരട്ടെ? അവൾ ഒരാവശ്യവുമില്ലാതെ ചിരിച്ചു. എനിക്കും കാണാമല്ലോ. അതിൻ്റെ മറുപടിയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നതുപോലെ വാതിൽ തള്ളിത്തുറന്ന് ICUവിലേക്ക് കയറിയപ്പോൾ ജയദേവിന് കൂട്ടിരുന്ന സിസ്റ്റർ മറിയാമ്മ എഴുന്നേറ്റു. എൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞു ഡോക്ടർ. ഞാൻ ചെന്നിട്ട് വേണം ഷീലയ്ക്ക് വരാൻ. പൊയ്ക്കോളൂ. ഡെയ്സി അവിടെ കസേരയിലിരുന്ന് മുഖം അമർത്തി തുടച്ചു. കരയുകയാണോ? ജയദേവിൻ്റെ ചോദ്യം ഓർക്കപ്പുറത്തായിരുന്നു. ഡെയ്സി തല ചെരിച്ചു നോക്കി. ഉണർന്നോ? ദാ ഇപ്പോൾ, അയാൾ പറഞ്ഞു. അവളുടെ കഞ്ഞിപ്പശയുള്ള സാരിയുടെ മടക്കുകൾ ഉലയുന്ന ശബ്ദവും അതിലെ മുല്ലപ്പൂവിൻ്റെ നേർത്ത സൗരഭ്യവുമാണ് ഉണർത്തിയതെന്ന് അയാൾ പറഞ്ഞില്ല. ഡെയ്സി അയാളുടെ ഹൃദയമിടിപ്പുകളും BP-യും പരിശോധിച്ചു. ഓക്കെ അബ്നോർമലായിരിക്കും ഡെയ്സി, ജയദേവൻ പറഞ്ഞു. നോർമലാണ്. ഇനിയിപ്പോൾ ജയദേവനെ കൊച്ചിയിലേക്ക് കൊണ്ടുപോകാം. എന്തിന്? ഇവിടെ മതി. അതല്ല ജയദേവൻ, വളരെ പോപ്പുലർ ആയതുകൊണ്ട് ഡിസ്ചാർജ് ചെയ്യാൻ വളരെ സമ്മർദ്ദമുണ്ട്. ഞങ്ങളുടെ CMO എനിക്ക് 2 ദിവസത്തെ സാവകാശമേ തന്നിരുന്നുള്ളൂ. ഡെയ്സിയുടെ സ്വരത്തിൽ ഗൗരവം കലർന്നു. ജയദേവൻ അത് കാര്യമാക്കാതെ ചിരിച്ചു. അമ്മ എത്തിയോ? അയാൾ അന്വേഷിച്ചു. ഇല്ല, അറിയിച്ചിട്ടുണ്ട്. ജയദേവൻ പതിയെ കണ്ണടച്ചു. ഭാര്യ എത്തിയോ എന്ന് ചോദിക്കാത്തതെന്താണ്? പെട്ടെന്ന് ഡെയ്സി ചോദിച്ചു. ജയദേവൻ പെട്ടെന്ന് കണ്ണുകൾ വലിച്ചു തുറന്നു. ഡെയ്സി അയാളെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. വിഷമിക്കണ്ട, അറിയിച്ചിട്ടുണ്ട്, വരും.
ജയദേവൻ ഡെയ്സിയെ തറപ്പിച്ചു നോക്കി. പിന്നെ വീണ്ടും കണ്ണടച്ചു. വരില്ല. ജയദേവന്റെ ശബ്ദം വല്ലാത്തതായിരുന്നു. അത് ജയദേവന്റെ ശബ്ദമായി ഡെയ്സിക്ക് തോന്നിയില്ല. ഒരു തകർന്ന സ്വരം, പാടെ തകർന്ന ഒരു ഹൃദയത്തിന്റെ സ്വരം. അധ്യായം 21. നല്ല മഴയുള്ള ഒരു പകലാണ് ജയദേവനെ എറണാകുളത്തേക്ക് കൊണ്ടുപോയത്. അന്ന് രാവിലെ 7 മണിയോടെ ഡെയ്സി കുളിച്ച് ഫ്രഷായി ക്വാർട്ടേഴ്സിൽ നിന്ന് എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സിസ്റ്റർ ലതിക വന്നു വിളിച്ചു. ഡോക്ടർ, ആ പേഷ്യൻറ്റിൻ്റെ ചേട്ടൻ വന്നിട്ടുണ്ട്, കാണണമെന്ന്. വരാൻ പറയൂ. ജയദേവൻ ഉറക്കത്തിലായിരുന്നു. വാതിൽ തുറന്ന് വന്നു കയറിയ കണ്ണട വെച്ച ആൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ജയദേവന്റെ നല്ല ചായ പ്രകടമായി. ഞാൻ ജയദേവന്റെ ചേട്ടനാണ്, ഹരികൃഷ്ണൻ. അയാൾ വന്ന പാടെ പരിചയപ്പെടുത്തി. ജയദേവനേക്കാൾ 4-5 വയസ്സ് കൂടുതൽ തോന്നിക്കുമായിരുന്നു ചേട്ടന്. മുണ്ടും സിൽക്ക് ഷർട്ടും, മുടി ഒരു വശത്തു നിന്ന് നരച്ചു തുടങ്ങിയിരുന്നു. ജയദേവനേക്കാൾ ഗൗരവക്കാരനാണെന്ന് തോന്നി ആളെ കണ്ടപ്പോൾ. വരൂ, ഡെയ്സി ഉപചാരത്തോടെ ക്ഷണിച്ചു. ICUവിലേക്ക് കയറുന്നിടത്ത് പെട്ടെന്ന് ഹരികൃഷ്ണന്റെ കാലുകൾ നിശ്ചലമായി. അദ്ദേഹം കണ്ണടയെടുത്ത് കണ്ണുകൾ തിരുമ്മി. പിന്നെയും കണ്ണട വെച്ചു. മുഖത്ത് വികാരക്ഷോഭം പ്രകടമായിരുന്നു. വലിയ ഗൗരവക്കാരനാണെങ്കിലും പെട്ടെന്ന് അധൈര്യപ്പെട്ടതുപോലെ തോന്നി ഡെയ്സിക്ക്. വരൂ, ഇപ്പോൾ പേടിക്കാനൊന്നുമില്ല, കാര്യമായ അപകടമുണ്ടായിട്ടുമില്ല. ഹരി പതിയെ നടന്ന് അകത്തേക്ക് ചെന്നു. അദ്ദേഹത്തിന്റെ ചുണ്ടുകൾ ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഡെയ്സി പതിയെ അത് കാണാത്തതുപോലെ അകലേക്ക് തിരിഞ്ഞു. ഹരി പതിയെ കൈനീട്ടി ജയദേവന്റെ വലതുകൈയിൽ തൊട്ടു. അനിയൻ കുഞ്ഞേ. ആ ശബ്ദം കേട്ട് ഡെയ്സി പെട്ടെന്ന് പിന്തിരിഞ്ഞു നോക്കി. അനിയൻ കുഞ്ഞ്. അവൾക്ക് മനസ്സിലെന്തോ ഇമ്പം തോന്നി. ചേട്ടൻ, അനിയൻ കുഞ്ഞ്. അവൾ ഷെൽഫിലിരുന്ന ഡ്രിപ്പിന്റെ ബോട്ടിൽ വെറുതെയൊന്ന് കയ്യിലെടുത്ത് തിരിച്ചുവെച്ചു. ഉറക്കമാണോടാ? പിന്നെയും ലേശം ഇടറിയ ഒച്ച കേട്ടപ്പോൾ ഡെയ്സി തിരിച്ചു നടന്നു. ജയദേവൻ ഉണരുകയായിരുന്നു. ജയദേവൻ, ഡെയ്സി വിളിച്ചു. പെട്ടെന്ന് മുഖത്ത് പേശികൾ തുടിച്ചു. കൺപോളകൾ പതിയെ അകന്നു. പെട്ടെന്ന് ജയദേവൻ ഉറക്കം വെട്ടുന്ന പോലെ കണ്ണുകൾ തുറന്നു. ഹരിയേട്ടൻ. അയാൾ അവിശ്വാസത്തോടെ മന്ത്രിച്ചു. യാത്രയ്ക്കിടയിലാ അറിഞ്ഞത്. ഇന്നലെ രാത്രിയിലാ തിരിച്ചെത്തിയത്. ഉടനെ ഇങ്ങോട്ട് പുറപ്പെടുകയായിരുന്നു. അമ്മയോട് ഇതുവരെ പറഞ്ഞിട്ടില്ല, ഹരി പറഞ്ഞു. ജയദേവൻ കണ്ണിമ്മ ചിമ്മാതെ ചേട്ടനെ കുറച്ചുനേരം നോക്കി. സൂക്ഷിക്കണ്ടേടാ, വെറുതെ ഓരോന്നിൽ ചെന്ന് തലവെച്ച്. ഹരിയുടെ വാക്കുകൾ ലേശം ദുർബലമായി. ഒരു ട്രാപ്പായിരുന്നു. പുറപ്പെടുമ്പോഴേ എനിക്ക് സംശയവും തോന്നിയതാണ്. പക്ഷേ എന്തിനായിരുന്നു ഇത്ര വലിയ ട്രാപ്പെന്ന് മാത്രം മനസ്സിലാകുന്നില്ല. ജയദേവൻ ചിരിച്ചു. മരിച്ചെന്ന് തന്നെയാണ് വിചാരിച്ചത്. പിന്നെ കണ്ണു തുറന്നത് ഡെയ്സിയെ കണ്ടപ്പോഴാണ്. അയാൾ തല ചെരിച്ച് ഡെയ്സിയെ നോക്കി ചിരിച്ചു. ഹരിയേട്ടൻ പരിചയപ്പെട്ടില്ലല്ലോ. ഇതാണ് ഡോക്ടർ ഡെയ്സി വർഗീസ്. വലിയ ഡോക്ടറാണ്. ആതുര സേവന രംഗത്ത് വെറുതെയൊന്ന് നോക്കിയാൽ മതി, ഒരു വലിയ കാൽപ്പാട് കാണാം. അത് ഈ ഡെയ്സിയുടേതാണ്. ഡെയ്സിയുടെ മുഖം ചുവന്നു. കണ്ടപ്പോൾ നല്ല പരിചയം തോന്നി, ഹരി പറഞ്ഞു. അതു പിന്നെ ഡെയ്സിയുടെ പടം പത്രത്തിൽ സ്ഥിരമായി വരുന്നതാണല്ലോ. ജയദേവൻ പിന്നെയും ഡെയ്സിയെ നോക്കി കുസൃതിയോടെ ചിരിച്ചു. അല്ലേ? ഡെയ്സിക്ക് ചിരിയും ജാള്യതയും തോന്നി. വേണ്ട, അധികം സംസാരിക്കേണ്ട ജയദേവൻ, അവൾ പറഞ്ഞു. ഡോക്ടർ, എനിക്ക് ഇന്ന് തന്നെ ഇവനെ കൊണ്ടുപോകണം, ആസ് ഏർലി ആസ് പോസിബിൾ, ഹരി പെട്ടെന്ന് പറഞ്ഞു. ഡെയ്സി ചിരിക്കാൻ ശ്രമിച്ചു. ഷുവർ, ഇപ്പോഴത്തെ സ്ഥിതിയിൽ യാത്ര ചെയ്യാൻ വലിയ പ്രശ്നമില്ല. ഓ, ഇവിടെ മതി, പെട്ടെന്ന് ജയദേവൻ പറഞ്ഞു. ഇത് നല്ല ആശുപത്രിയാണ് ഹരിയേട്ട. അമേരിക്കക്കാരൻ ഡോക്ടറുടെ വകയാണ്. സൂപ്പർ സ്പെഷ്യാലിറ്റിയാണ്. പുതുതായി തുടങ്ങിയ ആശുപത്രി. എന്നാലും അവിടെയാകുമ്പോൾ നമുക്ക് സൗകര്യമുണ്ട്. ഇവിടെയായാൽ എനിക്കൊരു സൗകര്യമുണ്ട്. മരിച്ചാലും ജീവിച്ചാലും വാർത്തയാകും. മരിച്ചാൽ ഈ ആശുപത്രിയിൽ ആദ്യം മരിച്ച രോഗിയെന്നൊരു ബഹുമതി കിട്ടും. ജയദേവൻ ചിരിച്ചു. ജീവിച്ചാലും വാർത്തയാണ്. ഡോക്ടർ ഡെയ്സി ചികിത്സിച്ചിട്ട് ആദ്യമായി ജീവനോടെ രക്ഷപ്പെട്ടു. ഡെയ്സിയുടെ മുഖം പിന്നെയും ചുവന്നു. പോടാ, ഹരി ചിരിച്ചുകൊണ്ട് ശാസിച്ചു. എപ്പോഴും തമാശ, എല്ലാ കാര്യത്തിലും. നാട്ടിൽ വേറെ പത്രപ്രവർത്തകരുമില്ല, പത്രവുമില്ല. നിന്റെ ഈ തല തിരിഞ്ഞ. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. നീ ഒരുത്തനല്ലേ ഉള്ളൂ പത്രധർമ്മം നോക്കാൻ. എത്ര സമ്മാനം കിട്ടിയാലും മതിയാകില്ല. ഇത് പത്രധർമ്മത്തിന് കിട്ടിയതാണെന്നാണോ ഹരിയേട്ടൻ കരുതുന്നത്? ജയദേവൻ ചിരിച്ചു. ഹരിയും ഡെയ്സിയും ഒരുപോലെ ചോദിച്ചു. അല്ലേ? കേസ് അന്വേഷിക്കുന്ന ഒരു പത്രലേഖകനെ കൊല്ലാൻ മാത്രം? ഏയ്, പിന്നെ? ജയദേവൻ 1-2 നിമിഷങ്ങൾ മിണ്ടിയില്ല. എന്നെ കൊല്ലാൻ മാത്രം പകയും വൈരാഗ്യവും ഉള്ളതായിട്ട് ഒരാളെയുള്ളൂ ഈ ലോകത്ത്. അത് ഹരിയേട്ടനറിയില്ലേ? ഡെയ്സിക്ക് ആ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. ഹരിയുടെ മുഖത്ത് വല്ലായ്മ പരന്നു. നീ വെറുതെ. അദ്ദേഹം പെട്ടെന്ന് ഡെയ്സിയെ ശ്രദ്ധിച്ചു. വേണ്ട, വെറുതെ ഓരോന്നാലോചിച്ച് വിഷമിക്കുകയാണ്.
ഡോക്ടർ, എനിക്ക് എത്രയും വേഗം ഇവിടുന്ന് കൊണ്ടുപോകണം. ഡെയ്സി പതിയെ നിശ്വസിച്ചു. ആയിക്കോട്ടെ, ഞാൻ എഴുതിത്തരാം. അവൾ വേഗം മേശ തുറന്ന് ലെറ്റർ പാഡ് വലിച്ചെടുത്ത് രോഗിയുടെ ബന്ധുക്കളുടെ ആവശ്യം മാനിച്ച് മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റാൻ ശുപാർശ ചെയ്യുന്ന കത്തെഴുതി. റിസപ്ഷനിൽ ഈ കത്ത് കൊടുക്കണം. ബിൽ സെക്ഷനിൽ ഡ്യൂസ് സെറ്റിൽ ചെയ്യണം. അവൾ കത്തുകൊടുത്തു. ഹരി അതുമായി പുറത്തേക്ക് പോയപ്പോൾ ജയദേവൻ ഒന്ന് നെടുവേർപ്പെട്ടു. അല്ല, എന്നെ വിടാൻ തന്നെയാണോ ഡെയ്സിയുടെ തീരുമാനം? ഡെയ്സി അയാളെ അലിവോടെ നോക്കി. അതാണ് നല്ലത്. അവിടെയാകുമ്പോൾ എല്ലാവർക്കും സൗകര്യം, അവൾ പറഞ്ഞു. അതെ അതെ, അമ്മയ്ക്കും ചേട്ടനും സൗകര്യം. എന്നെ പീസ് പീസാക്കി നുറുക്കും കത്തിവെച്ച്. ഡെയ്സി ചിരിച്ചു. ഈ കിടപ്പിൽ കിടന്ന് അതൊക്കെ സഹിക്കുന്ന കാര്യം ഓർക്കുമ്പോൾ ഡോക്ടർ ഡെയ്സിയുടെ കൈകൊണ്ട് മരിക്കുന്നതായിരുന്നു ദയാപരം. ഡെയ്സി ചിരിച്ചു. പെട്ടെന്ന് ജയദേവന്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. സത്യമാണ് ഡെയ്സി, അവിടെ വലിയ ബുദ്ധിമുട്ടാകും. എല്ലാം സഹിക്കാം. അമ്മയുടെ കണ്ണീര്, സെന്റിമെന്റ്സ്. അതുമാത്രമല്ല, ഇതിപ്പോൾ ഞാൻ അവിടെ ചെന്നാൽ അമ്മയ്ക്കാവും ബുദ്ധിമുട്ട്. വയസ്സുകാലത്ത് അമ്മയെ വെറുതെ. വാക്കുകളിലും സ്വരത്തിലും ഒരടുപ്പം ഡെയ്സിക്ക് അനുഭവപ്പെട്ടു. വളരെ അടുത്ത സുഹൃത്തിനോട് സംസാരിക്കുന്ന മട്ട്. ഭാര്യ ഉണ്ടാവില്ലേ ശുശ്രൂഷിക്കാൻ? പെട്ടെന്ന് ഡെയ്സി ചോദിച്ചു. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന സൗഹൃദം മാഞ്ഞു. ജയദേവന്റെ മുഖം മുറുകി. അയാളുടെ നെറ്റിയിൽ ഞരമ്പുകൾ പിടച്ചു. നിങ്ങളോട് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ. പെട്ടെന്ന് ഡെയ്സിയുടെ മുഖം പാടി. ജയദേവൻ പറഞ്ഞു വന്നത് പൂർത്തിയാക്കിയില്ല. സിസ്റ്റർ മറിയമ്മ മുറിയിലേക്ക് കടന്നു വരുന്നത് ഡെയ്സി കണ്ടു. മുഖത്തെ ഭാവഭേദം അവർ കാണാതിരിക്കാൻ ഡെയ്സി പെട്ടെന്ന് പുറത്തേക്ക് നടന്നു. രോഗികൾ വന്നു തുടങ്ങുന്നുണ്ടായിരുന്നു. ചില്ലുവാതിലിനപ്പുറം റോഡിൽ വാഹനങ്ങൾ വരികയും പോവുകയും ചെയ്യുന്ന ശബ്ദം കേട്ടു. ഡെയ്സിക്ക് കുറച്ചുനേരം എന്തു ചെയ്യണമെന്ന് ധാരണ കിട്ടിയില്ല. അതുകൊണ്ട് അവൾ ലക്ഷ്യമില്ലാതെ പുറത്തേക്ക് നടന്നു. എത്തിയത് സ്വന്തം ക്വാർട്ടേഴ്സിലാണ്. വാതിൽ തുറന്ന് അവൾ അകത്തു കയറി. സ്വീകരണ മുറിയിലെ സോഫയിലിരുന്നു. ചെറുതായി കിതയ്ക്കുന്നുണ്ടായിരുന്നു. മനസ്സിൽ പെട്ടെന്നൊരു കടുപ്പം നിറഞ്ഞു. കരച്ചിലിന് പകരമുള്ള ഒരു കടുപ്പം. കരച്ചിലോ കടുപ്പമോ ജയദേവനോടുള്ള ദേഷ്യം കൊണ്ടായിരുന്നില്ല, സഹതാപം കൊണ്ടായിരുന്നു. ജയദേവന്റെ വാക്കുകളിൽ ക്ഷോഭമുണ്ടായിരുന്നു. ആ ക്ഷോഭം എന്താണെന്ന് ഡെയ്സി പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ഇഷ്ടക്കേടിൽ നിന്നുള്ള ക്ഷോഭമല്ല, വേദനയിൽ നിന്നുള്ള ക്ഷോഭം. അയാളുടെ വേദനയിൽ അവൾക്കും വേദന തോന്നി. കുറച്ചുനേരം അങ്ങനെയിരുന്ന് എഴുന്നേറ്റ് മുഖം കഴുകി പ്രാർത്ഥിച്ച് വീണ്ടും അവൾ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു ചെന്നു. അപ്പോഴേക്കും ജയദേവൻ പോയി കഴിഞ്ഞിരുന്നു. പതിവ് പോലെ യാത്ര പറയാതെ. ICUവിലെ ബെഡ് ഒഴിഞ്ഞുകഴിഞ്ഞു. ആളില്ലാതെ ഒരു കിടക്ക. ആശുപത്രി മുഴുവൻ ആളില്ലാതെ ഒഴിഞ്ഞുകിടക്കുകയാണെന്ന് ഡെയ്സിക്ക് തോന്നി. അടുത്ത ഭാഗം നാളെ.